നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ആ ഫ്രീ കോഴ്സിന്റെ ഭാഗമായി എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സിലബസ് അനുസരിച്ചുള്ള സമ്പൂർണ്ണമായ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സുകൾ, അതും SCERT ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ആഴ്ചയും LDC LGS മുൻകാല ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ PSCയുടെ സ്ഥിരം ചോദ്യ മേഖലകളും അവ പഠിക്കേണ്ട കുറുക്ക് വഴികളും ചർച്ച ചെയ്യുന്ന LDC LGS സൂപ്പർ മാരത്തോൺ എന്നൊരു ക്ലാസ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിന്റെ SCERT ടെക്സ്റ്റ് ബുക്കിലെ അടിസ്ഥാന ശാസ്ത്രം എന്നുള്ള മേഖലയാണ്. അതായത് നമ്മുടെ സയൻസ് തന്നെയാണ് കേട്ടോ. അപ്പോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. പ്രധാനപ്പെട്ട 2 ചാപ്റ്ററുകളാണ് നമ്മളിവിടെ 5ാം ക്ലാസ്സിന്റെ ഭാഗമായുള്ള സയൻസ് മേഖലയിൽ നിന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് സമയം കളയേണ്ട ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് സസ്യലോകത്തെ അടുത്തറിയാം എന്നുള്ള 1ാമത്തെ ചാപ്റ്ററിലേക്കാണ്. 5ാം ക്ലാസ്സിലെ സയൻസ് ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗമായുള്ള 1ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, സസ്യലോകത്തെ അടുത്തറിയാം. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് പ്രകാശ സംശ്ലേഷണം. എന്താ സുഹൃത്തുക്കളെ? പ്രകാശ സംശ്ലേഷണം. നമ്മുടെ കുഞ്ഞു ക്ലാസ് മുതലേ നമ്മൾ പഠിച്ചു വരുന്നതാണ് പ്രകാശ സംശ്ലേഷണത്തിനെ പറ്റി. നമുക്ക് നോക്കാം എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന്. സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യത്തിൽ ജലവും ലവണവും ഉപയോഗിച്ച് ഇലകളിൽ വെച്ച് ആഹാരം നിർമ്മിക്കുന്നതിനെ പ്രകാശ സംശ്ലേഷണം എന്ന പേരിൽ അറിയപ്പെടുന്നു. സസ്യങ്ങള് കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യത്തിലെ ജലവും ലവണവും ഉപയോഗിച്ച് ഇലകളിൽ വെച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം. ചിത്രത്തിലേക്ക് കണ്ടോ സുഹൃത്തുക്കളെ? വേരിലൂടെ ജലവും ലവണവും സസ്യകാണ്ഡത്തിലൂടെ എവിടെ എത്തുന്നു? ഇലകളിൽ എത്തുന്നു. ഈ ഇലകളിൽ ഹരിതകം ഉണ്ടല്ലേ, പച്ച കളറിൽ. ഈ ഹരിതകത്തിൽ വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അതുപോലെ തന്നെ ഈ വന്നിട്ടുള്ള ജലത്തിന്റെയും ലവണവും കൂടെ ചേർത്തുകൊണ്ട് സസ്യങ്ങൾ സ്വയം എന്ത് ചെയ്യുന്നു? ആഹാരം പാകം ചെയ്യുന്നു. ഇതിനറിയപ്പെടുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടി സസ്യങ്ങൾ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ട് സസ്യങ്ങൾ ഉപയോഗിക്കുന്ന വാതകം ഏത് എന്ന് ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ചിത്രത്തിൽ കണ്ടോ? കാർബൺ ഡൈ ഓക്സൈഡിനെ സസ്യങ്ങൾ സ്വീകരിക്കും, അതിനുശേഷം ഓക്സിജൻ എന്ത് ചെയ്യും? പുറത്തുവിടുകയും ചെയ്യും. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ ആണ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓക്സിജൻ ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യത്തിൽ ജലവും ലവണവും ഉപയോഗിച്ച് ഇലകളിൽ വെച്ച് ആഹാരം നിർമ്മിക്കുന്നു. ഈ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ട് സസ്യങ്ങൾ ഉപയോഗിക്കുന്ന വാതകം ചോദിച്ചു കഴിഞ്ഞാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം എന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. അപ്പോ പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇതാ കിടക്കുന്ന. അതുപോലെ തന്നെ പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം എന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങളെ സഹായിക്കുന്ന ഇലകളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഹരിതകം. വീണ്ടും പ്രീവിയസ് ചോദ്യത്തിൽ എത്തിയിരിക്കുന്നു നമ്മൾ. പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങളെ സഹായിക്കുന്ന ഇലകളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഹരിതകം. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉപ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് ഗ്ലൂക്കോസും അതുപോലെ തന്നെ ഓക്സിജനുമാണ്. പ്രീവിയസ് ചോദ്യമാണ്. ഈ ഭാഗത്ത് ഒരുപാട് പ്രീവിയസ് ചോദ്യങ്ങൾ നമ്മൾ കണ്ടുമുട്ടും. അതുകൊണ്ട് സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉപോൽപ്പന്നം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഉൽപ്പന്നം, പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഉൽപ്പന്നം എന്തെന്ന് ചോദിച്ചാൽ അത് ഗ്ലൂക്കോസും അതുപോലെ തന്നെ ഓക്സിജനുമാണ്. ആരൊക്കെയാണ്? ഗ്ലൂക്കോസും ഓക്സിജനുമാണ്. പകൽ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ ആണ്. പകൽ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം എന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. അപ്പൊ ഓക്സിജനെ പറ്റി 2 പോയിന്റ് നമ്മളിവിടെ പറഞ്ഞേ. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യം പുറത്തുവിടുന്ന വാതകം ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. പകൽ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം എന്ന് ചോദിച്ചാലും ഓക്സിജൻ ആണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് രൂപപ്പെട്ട ഗ്ലൂക്കോസ് സസ്യങ്ങൾ അന്നജമാക്കി മാറ്റി സംഭരിക്കുന്നു. പഠിച്ചോളണേ. പ്രകാശ സംശ്ലേഷണ സമയത്ത് രൂപപ്പെടുന്ന ഗ്ലൂക്കോസിനെ സസ്യങ്ങൾ നേരിട്ട് അങ്ങനെ സ്വീകരിക്കുകയല്ല, അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ അന്നജമാക്കി മാറ്റുന്നുണ്ട്. സ്വയം ആഹാരം നിർമ്മിക്കുന്ന ഹരിത സസ്യങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സ്വപോഷികള്. സ്വയം ആഹാരം നിർമ്മിക്കുന്ന ഹരിത സസ്യങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സ്വപോഷികൾ എന്ന്. എന്തിനാ പേരിൽ അറിയപ്പെടുന്നത്? സ്വപോഷികൾ എന്ന്. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന സസ്യ ഇലകളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഹരിതകം. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉപ ഉൽപ്പന്നം എന്തെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന
ഉൽപ്പന്നങ്ങളാണ് ഗ്ലൂക്കോസും അതിനോടൊപ്പം തന്നെ ഓക്സിജനും. പകൽ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏത് ചോദിച്ചാൽ ഓക്സിജൻ. കാരണം പകൽ സമയത്ത് സൂര്യപ്രകാശ സാന്നിധ്യത്തിലാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. പ്രകാശ സംശ്ലേഷണ സമയത്ത് രൂപപ്പെട്ട ഗ്ലൂക്കോസ് സസ്യങ്ങൾ അന്നജമാക്കി മാറ്റുന്നു. സ്വയം ആഹാരം നിർമ്മിക്കുന്ന ഹരിത സസ്യങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സ്വപോഷികൾ. പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ, സ്വപോഷികൾ. അടുത്തതാണ് ആസ്യാരന്ധ്രങ്ങൾ. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ് ആസ്യാരന്ധ്രങ്ങൾ. സസ്യങ്ങളിൽ വാതക വിനിമയം നടത്തുന്ന ഇലകളിൽ കാണപ്പെടുന്ന ചെറു സുഷിരങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ആസ്യാരന്ധ്രങ്ങൾ. സസ്യങ്ങളില് വാതക വിനിമയം നടത്തുന്നതിന് ഇലകളിൽ കാണപ്പെടുന്ന ചെറു സുഷിരങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ആസ്യാരന്ധ്രങ്ങൾ. ചിത്രത്തിൽ കണ്ടോ സുഹൃത്തുക്കളെ, ഇതിനെയാണ് ആസ്യാരന്ധ്രങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റത്തില്ല, മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ മാത്രമേ നമുക്ക് ഈ ആസ്യാരന്ധ്രങ്ങൾ കാണാൻ കഴിയുള്ളൂ. ഇതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? സസ്യങ്ങൾ വാതക വിനിമയം നടത്തുന്നത്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുകയും അതുപോലെ തന്നെ ഓക്സിജനെ പുറത്തുവിടുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു സുഷിരങ്ങളിലൂടെയാണ്. ഇവന്റെ പേരെന്താണ്? ആസ്യാരന്ധ്രങ്ങൾ. സസ്യങ്ങളിൽ നിന്നും ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ആസ്യാരന്ധ്രങ്ങൾ വഴിയാണ്. സസ്യങ്ങളിൽ നിന്നും ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ആസ്യാരന്ധ്രങ്ങൾ വഴിയാണ്. അതായത് സസ്യങ്ങൾക്ക് ഉപയോഗിച്ചു കഴിഞ്ഞ് ബാക്കി വരുന്ന ജലമുണ്ടല്ലോ സുഹൃത്തുക്കളെ, അതിനെയാണ് ആസ്യാരന്ധ്രങ്ങൾ വഴി ജലബാഷ്പമാക്കി എന്ത് ചെയ്യുന്നു? സസ്യങ്ങളെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. ഒന്നുകൂടി പറയാം, ഒന്നുമില്ല, ഈസിയാണ്. ആസ്യാരന്ധ്രങ്ങൾ എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞ സസ്യ ഇലകളിൽ കാണപ്പെടുന്ന ചെറു സുഷിരങ്ങളാണ്. ഇവ എന്തിനുപയോഗിക്കുന്നത് ചോദിച്ചാല് വാതക വിനിമയത്തിന് സസ്യങ്ങളെ സഹായിക്കുന്നു. അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്നതിനും അതുപോലെ ഓക്സിജനെ പുറത്തുവിടുന്നതിനും നേരെ തിരിച്ചും ഒക്കെ നടക്കും കേട്ടോ. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്ന ചെറു സുഷിരങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ആസ്യാരന്ധ്രങ്ങൾ. ഇത്തരം ആസ്യാരന്ധ്രങ്ങളിൽ കൂടെ വാതക വിനിമയം മാത്രമല്ല നടക്കുന്നത്, അമിതമായുള്ള ജലബാഷ്പം എന്ത് ചെയ്യും? പുറത്ത് കളയുന്ന സസ്യത്തിന് സഹായിക്കുന്നതും ആരാണ്? ആസ്യാരന്ധ്രങ്ങളാണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് വർണ്ണകങ്ങൾ. PSCയുടെ സ്ഥിരം പ്രീവിയസ് ക്വസ്റ്റ്യൻ മേഖലയാണിത്. വർണ്ണകങ്ങൾ. ഒരു സസ്യത്തിന്റെ ഇലയ്ക്കും തണ്ടിനും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നവയെ വർണ്ണകങ്ങൾ എന്നറിയപ്പെടുന്നു. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? വർണ്ണകങ്ങൾ എന്നറിയപ്പെടുന്നു. മറക്കല്ലേ, ഒരു സസ്യത്തിന്റെ ഇലയ്ക്കാവട്ടെ അല്ലെങ്കിൽ അതിന്റെ തണ്ടിനാവട്ടെ അല്ലെങ്കിൽ അവന്റെ പൂക്കൾക്കാവട്ടെ അല്ലെങ്കിൽ പഴങ്ങൾക്കാവട്ടെ, ഇവയ്ക്ക് എന്തിനും നിറം നൽകുന്ന വർണ്ണവസ്തുക്കളെ വിളിക്കുന്ന പേരാണ് വർണ്ണകങ്ങൾ. നിലനിൽക്കുന്ന വർണ്ണവസ്തുക്കൾ അല്ലെങ്കിൽ കെമിക്കൽസിനെ നമ്മൾ വിളിക്കാം എന്തെന്ന്? വർണ്ണകങ്ങൾ എന്ന്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വർണ്ണകമാണ് ഹരിതകം. ഏതാണ്? ഹരിതകം. നമുക്ക് ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ് ഹരിതകം. സസ്യങ്ങളിൽ കാണപ്പെടുന്ന പച്ച നിറത്തിലുള്ള വർണ്ണകം എന്ന് ചോദിച്ചാൽ അത് ഹരിതകമാണ്. സസ്യങ്ങളിൽ കാണപ്പെടുന്ന പച്ച നിറത്തിലുള്ള വർണ്ണകം എന്ന് ചോദിച്ചാൽ അത് ഹരിതകമാണ്. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് ഹരിതകമാണ്. പഠിച്ചോളനെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്ന സസ്യഭാഗം എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ സസ്യങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണകം എന്ന് ചോദിച്ചാൽ അത് ഹരിതകമാണ്. ഹരിതകം കൂടുതലായി കാണപ്പെടുന്ന സസ്യഭാഗം ഇലകളാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ, പ്രത്യേകിച്ച് LGS ഉള്ള സുഹൃത്തുക്കൾ പഠിച്ചോളനെ. ഹരിതകം കൂടുതലായി കാണപ്പെടുന്ന സസ്യഭാഗം ചോദിച്ചാൽ സസ്യങ്ങളുടെ ഇലകളിലാണ്. ഒന്നുകൂടി പറയാം, വർണ്ണകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സസ്യത്തിന്റെ ഇലയ്ക്കോ തണ്ടിനോ പൂവിനോ പഴത്തിനോ എന്തിനെങ്കിലും നിറം നൽകുന്നതാണെങ്കിൽ അത്തരത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ അത്തരം കെമിക്കൽസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് വർണ്ണകങ്ങൾ എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട സസ്യങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണകം എന്ന് ചോദിച്ചാൽ അത് ഹരിതകമാണ്. സസ്യങ്ങളിൽ കാണപ്പെടുന്ന പച്ച നിറത്തിലുള്ള വർണ്ണകം എന്ന് ചോദിച്ചാൽ അത് ഹരിതകമാണ്. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശം ആഗിരണം ചെയ്യുന്നത് ഹരിതകമാണ്. ഹരിതകം കൂടുതലായി കാണപ്പെടുന്ന സസ്യഭാഗം ചോദിച്ചാൽ അത് സസ്യങ്ങളുടെ ഇലകളിലാണ്. പഠിക്കുക. ഇതുപോലുള്ള മറ്റു 3 പ്രധാനപ്പെട്ട വർണ്ണകങ്ങൾ കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇത് PSCയുടെ സ്ഥിരം പ്രീവിയസ് ചോദ്യമാണ്, നമ്മൾ പഠിക്കണം. ആദ്യത്തേതാണ് സാന്തോഫിൽ. സസ്യ ഇലകൾക്ക്, പൂക്കൾക്ക്, ഫലങ്ങൾക്ക് എന്നിവയ്ക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം എന്ന് ചോദിച്ചാൽ അത് സാന്തോഫിലാണ്. സസ്യങ്ങളുടെ ഇലയ്ക്കോ പൂക്കൾക്കോ ഫലങ്ങൾക്കോ ഇവയ്ക്ക് എല്ലാത്തിനും മഞ്ഞ നിറം നൽകുന്നതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ സുഹൃത്തുക്കളെ, നമ്മുടെ സാന്തോഫിലാണ്. മറക്കരുത്, സാന്തോഫിലിന്റെ നിറം എന്താണ്? മഞ്ഞ നിറമാണ്. കരോട്ടിൻ. സസ്യ ഇലകൾ, പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് ഓറഞ്ച്, മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണകം ചോദിച്ചു കഴിഞ്ഞാൽ അത് കരോട്ടിനാണ്. എന്താ പറഞ്ഞ സുഹൃത്തുക്കളെ? സാന്തോഫിലാണെന്നുണ്ടെങ്കിൽ മഞ്ഞ നിറം മാത്രമേ നൽകുള്ളൂ. അതിൽ വേറെ ഒരു വ്യത്യാസമില്ല, മഞ്ഞ നിറം മാത്രമേ നൽകുള്ളൂ. എന്നാൽ കരോട്ടിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്യങ്ങളുടെ ഇലയ്ക്കോ പൂക്കൾക്കോ ഫലത്തിനോ ഒക്കെ ഓറഞ്ച് നിറവും അല്ലെങ്കിൽ മഞ്ഞ കലർന്ന ഒരു ഓറഞ്ച് നിറവും നൽകുന്ന വർണ്ണകം എന്ന് ചോദിച്ചാൽ അത് കരോട്ടിനാണ്. ക്യാരറ്റിൽ കാണപ്പെടുന്ന വർണ്ണകം എന്ന് ചോദിച്ചാൽ അത് കരോട്ടിനാണ്. ക്യാരറ്റിൽ കാണപ്പെടുന്ന വർണ്ണകം എന്ന് ചോദിച്ചാൽ അത് കരോട്ടിനാണ്. പഠിക്കുക. അടുത്തതാണ് ആന്തോസയാനിൻ.
സസ്യയിലകൾക്ക്, പൂക്കൾക്ക്, ഫലങ്ങൾക്ക് എന്നിവ ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്തോസയാനിനാണ്. കൺഫ്യൂഷൻ വേണ്ട. സസ്യങ്ങളുടെ ഇലയ്ക്കോ പൂക്കൾക്കോ ഫലങ്ങൾക്കോ ചുവപ്പ് നിറം നൽകുന്നതാണെങ്കിൽ ആ വർണ്ണകം അറിയപ്പെടുന്ന പേരാണ് ആന്തോസയാനിൻ. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ആന്തോസയാനിൻ. ഇനി നമ്മുടെ പണ്ട് കാലത്തൊക്കെ PSC ചോദിച്ചിരുന്നു, പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്ന 2 പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് കൂടി നമ്മൾ ഇവിടെ പഠിക്കേണ്ടതുണ്ട്. ചെമ്പരത്തിപ്പൂവിന് ചുവപ്പ് നിറം നൽകുന്നതിന് കാരണം ആന്തോസയാനിനാണ്. ഇങ്ങനെ ആയിരിക്കും PSC ചോദിക്കുന്നത്. ചെമ്പരത്തിപ്പൂവിന്റെ ചുവപ്പ് നിറത്തിന് കാരണം ആന്തോസയാനിനാണ്. സൂര്യകാന്തി പൂവിന്റെ മഞ്ഞ നിറത്തിന് കാരണം സാന്തോഫില്ലാണ്. സൂര്യകാന്തി പൂവിന്റെ മഞ്ഞ നിറത്തിന് കാരണം ആരും ചോദിച്ചാൽ അത് സാന്തോഫില്ലാണ്. ഒന്നും കൂടി പറയാം സുഹൃത്തുക്കളെ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. സസ്യ ഇലകള്, പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം ചോദിച്ചാൽ അത് സാന്തോഫില്ലാണ്. സാന്തോഫില് മഞ്ഞ നിറം മാത്രമേ നൽകുള്ളൂ. എന്നാൽ കരോട്ടിനിലേക്ക് എത്തുമ്പോഴേക്കും സസ്യങ്ങളുടെ ഇലയ്ക്കോ പൂവിനോ ഫലത്തിനോ ഒക്കെ ഓറഞ്ച് നിറം നൽകും. അല്ലെങ്കിൽ മഞ്ഞ കലർന്ന ഒരു ഓറഞ്ച് നിറം നൽകുന്നത് ആരാണ്? കരോട്ടിനാണ്. നമ്മളോട് എന്താ പറഞ്ഞത്? ക്യാരറ്റിൽ കൂടുതലായി കാണപ്പെടുന്ന വർണ്ണകം ചോദിച്ചാൽ അത് കരോട്ടിനാണ്. ആന്തോസയാനിൻ സസ്യ ഇലകൾ, പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് ചുവപ്പു നിറം നൽകുന്ന വർണ്ണകം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്തോസയാനിനാണ്. പഠിക്കുക. ചെമ്പരത്തി പൂവിന്റെ ചുവപ്പ് നിറത്തിന് കാരണം അപ്പൊ ആരാ സുഹൃത്തുക്കളെ? ആന്തോസയാനിനാണ്. സൂര്യകാന്തി പൂവിന്റെ മഞ്ഞ നിറത്തിന് കാരണം ചോദിച്ചാൽ അത് സാന്തോഫിലാണ്. സൂര്യകാന്തി പൂവിന്റെ മഞ്ഞ നിറത്തിന് കാരണം ചോദിച്ചാൽ അത് സാന്തോഫിലാണ്. അതുപോലെ തന്നെ ക്യാരറ്റിന് ആ നിറം നൽകാൻ സഹായിക്കുന്ന വർണ്ണകം എന്ന് ചോദിച്ചാൽ അത് കരോട്ടിനാണ്. ക്യാരറ്റിന് ആ നിറം നൽകാൻ സഹായിക്കുന്ന വർണ്ണകമാരാണ്? കരോട്ടിനാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് പ്രകാശ സംശ്ലേഷണവും ശ്വസനവും എന്നുള്ള മേഖല. ഹരിത സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുകയും ഓക്സിജനെ പുറത്തുവിടുകയും ചെയ്യും. പ്രകാശ സംശ്ലേഷണ സമയത്ത് നമ്മളിത് വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഒന്നുകൂടി പറയാം, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഹരിത സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമല്ലോ സുഹൃത്തുക്കളെ, ഉറപ്പായിട്ട് നടത്തും. ഇങ്ങനെ പ്രകാശ സംശ്ലേഷണം നടത്തണമെന്നുണ്ടെങ്കിൽ ആരുടെ സാന്നിധ്യം വേണം? കാർബൺ ഡൈ ഓക്സൈഡ് വേണം, അല്ലെ? അപ്പോ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ അവന്മാര് സ്വീകരിക്കുന്നു. പ്രകാശ സംശ്ലേഷണം അവന്മാര് നടത്തുന്നു. പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ അതിനകത്ത് ആരൊക്കെയാ ഉണ്ടാവുന്നത് ഉൽപ്പന്നങ്ങളായിട്ട്? ഒന്ന് ഗ്ലൂക്കോസും അതിനോടൊപ്പം ഓക്സിജനും ഉണ്ടാവും, അല്ലെ സുഹൃത്തുക്കളെ? ഈ ഓക്സിജൻ എന്ത് ചെയ്യും? സസ്യ ഇലകളിലെ ആസ്യരന്ധ്രം വഴി നേരെ അന്തരീക്ഷത്തിലേക്ക് അങ്ങ് കടത്തിവിടും. ഇത്രയും ഓക്കെ ആയേ. രാത്രി പ്രകാശ സംശ്ലേഷണം നടക്കാത്തത് കൊണ്ട് തന്നെ ഓക്സിജൻ പുറത്തു വിടുന്നില്ല. രാത്രി കാലങ്ങളിലെ പ്രകാശ സംശ്ലേഷണം നടക്കാത്തത് കൊണ്ട് തന്നെ ഓക്സിജൻ എന്ത് ചെയ്യുന്നില്ല? സസ്യങ്ങൾ പുറത്തു വിടുന്നില്ല. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. അപ്പോ രാത്രി കാലങ്ങളിലെ പ്രകാശ സംശ്ലേഷണം നടക്കാത്തത് കൊണ്ട് തന്നെ ഓക്സിജൻ പുറത്തു വിടുന്നില്ല. ഇത്രയും സുഹൃത്തുക്കൾക്ക് ഓക്കെ ആയേ. ഇനി രാത്രി കാലങ്ങളാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാല്, രാത്രി കാലങ്ങളിൽ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാല് ഓക്സിജനെ അങ്ങ് സ്വീകരിക്കും. ഇത് രാത്രിയാണ് കേട്ടോ. രാത്രി കാലങ്ങളിലെ സസ്യങ്ങൾ എന്ത് ചെയ്യും? ഓക്സിജനെ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തു വിടുകയും ചെയ്യും. രാത്രി കാലങ്ങളിൽ നേരെ തിരിച്ചിറക്കും കേട്ടോ. രാത്രി കാലങ്ങളിലെ സസ്യങ്ങള് ഓക്സിജനെ അങ്ങ് വലിച്ചെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തു വിടും. കാരണം എന്തെന്ന് ചോദിച്ചാല് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് ഓൾറെഡി സസ്യങ്ങളിൽ എന്തുണ്ടാകുന്നുണ്ട്? ഓക്സിജൻ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഓക്സിജൻ അത്യാവശ്യമാണ്. ഈ ഓക്സിജൻ അവർ എവിടെ നിന്ന് എടുക്കും? ഈ പറഞ്ഞിരിക്കുന്ന പ്രകാശ സംശ്ലേഷണ സമയത്ത് രൂപപ്പെടുന്ന ഓക്സിജൻ എടുക്കും കേട്ടോ. എന്നിട്ട് ബാക്കി വരുന്ന ഓക്സിജൻ അവരെന്ത് ചെയ്യും? പുറത്തോട്ട് തള്ളും. എന്നാൽ രാത്രി കാലങ്ങളിൽ പ്രകാശ സംശ്ലേഷണം എന്ന പ്രവർത്തനം നടക്കുന്നില്ല. കാരണം സൂര്യപ്രകാശമില്ല. സൂര്യപ്രകാശം ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രകാശ സംശ്ലേഷണം നടക്കുന്നതില്ല. ഇങ്ങനെ നടക്കാത്തതുകൊണ്ട് ഓക്സിജന്റെ കുറവ് എവിടെ ഉണ്ടാകും? സസ്യങ്ങളിൽ ഉണ്ടാകും. ഇങ്ങനെ ഓക്സിജന്റെ കുറവുണ്ടായ സസ്യങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും സുഹൃത്തുക്കളെ? അന്തരീക്ഷത്തിൽ നിന്ന് എന്ത് ചെയ്യും? ഓക്സിജൻ അവന്മാർ വലിച്ചെടുക്കാം. ആ സമയത്ത് യവന്മാർ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? പുറത്തോട്ട് കളയുകയും ചെയ്യും. അപ്പോൾ ഇതൊരു ചാക്രിക പ്രവർത്തനം അല്ലെങ്കിൽ ഒരു സൈക്ലിക് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ. സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവജാലങ്ങളും പകലും രാത്രിയും ശ്വസിക്കുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞേ. സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ശ്വസന വാതകം എന്നറിയപ്പെടുന്നത് ഓക്സിജൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ. സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ശ്വസന വാതകം എന്നറിയപ്പെടുന്നത് ഓക്സിജൻ ആണ്. ഇപ്പൊ സുഹൃത്തുക്കൾ ക്ലിയർ ആയില്ലേ എന്തുകൊണ്ടാണ് രാത്രി കാലങ്ങളിലെ സസ്യങ്ങൾ ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നതെന്നുള്ളത്? രാത്രി കാലങ്ങളിൽ സസ്യങ്ങൾക്ക് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യും. ഒന്നുകൂടി പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന്. 2 പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. ഒന്ന് പകലും മറ്റൊന്നെന്താണ്? രാത്രിയുമാണ്, അല്ലെ? അപ്പൊ പകൽ സമയങ്ങളിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സസ്യങ്ങളില് പകൽ സമയങ്ങളിൽ സസ്യയിലകളിൽ എന്തുണ്ട്? സൂര്യപ്രകാശം പതിക്കുന്നുണ്ടല്ലോ. സൂര്യപ്രകാശം പതിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഹരിതകത്തിന്റെ സാന്നിധ്യത്തിലെ പ്രകാശ സംശ്ലേഷണം നടക്കും.
ഇങ്ങനെ പ്രകാശ സംശ്ലേഷണം നടന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 2 ഉൽപ്പന്നങ്ങളാണ് പുറത്തു വരുന്നത്. ആരൊക്കെയാത്? ഒന്ന് ഗ്ലൂക്കോസും മറ്റൊന്ന് ഓക്സിജനുമാണ്. സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ജീവൽ പ്രവർത്തനങ്ങൾ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എന്ത് ചെയ്യും? ഇതിനകത്തുനിന്ന് സസ്യങ്ങൾ അങ്ങ് സ്വീകരിക്കും. ബാക്കി വരുന്ന ഓക്സിജൻ എന്ത് ചെയ്യും? അവന്മാർ ആസ്യരന്ധ്രങ്ങൾ വഴി ഇലകൾക്കടിയിലൂടെ എന്ത് ചെയ്യും? അന്തരീക്ഷത്തിലേക്ക് വിടും. ഇനി നേരെ തിരിച്ച് രാത്രി കാലങ്ങളാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, രാത്രി കാലങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല. പ്രകാശ സംശ്ലേഷണം നടക്കാത്തത് കൊണ്ട് തന്നെ അവിടെ ഓക്സിജന്റെ കുറവുണ്ടാകുന്നു. ഈ കുറവുള്ള ഓക്സിജൻ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു? ഓക്സിജൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ ബാക്കി സസ്യങ്ങളിൽ നിന്നിരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? സസ്യങ്ങൾ പുറത്ത് അന്തരീക്ഷത്തിലേക്ക് വിടുകയും ചെയ്യും. ഇതിങ്ങനെ ഒരു ചാക്രീയ പ്രവർത്തനമായിട്ടുള്ള സൈക്ലിക് ആയിട്ട് നടക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ ഈ ഭാഗം വ്യക്തമായിട്ട് പഠിക്കും. അടുത്തതാണ് ഓർക്കിഡേറിയം. ഓർക്കിഡ് വിഭാഗത്തിൽപ്പെടുന്ന ചെടികൾ വളർത്തുന്ന ഉദ്യാനം അറിയപ്പെടുന്ന പേരാണ് ഓർക്കിഡേറിയം. ചോദിച്ചിട്ടൊന്നുമില്ല, എന്നാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോയിന്റ് ആയിട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഓർക്കിഡ് വിഭാഗത്തിൽപ്പെടുന്ന ചെടികൾ വളരുന്ന ഉദ്യാനം അറിയപ്പെടുന്ന പേരാണ് ഓർക്കിഡേറിയം. കേരളത്തിൽ സാധാരണയായി കണ്ടുവരുന്ന ഓർക്കിഡ് വിഭാഗമാണ് മരവാഴ. പഠിച്ചോളെ, കേരളത്തിലെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഓർക്കിഡ് വിഭാഗം എന്ന് ചോദിച്ചാൽ അത് മരവാഴകളാണ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് എപ്പിഫൈറ്റുകൾ. സുഹൃത്തുക്കളെ, ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ് എപ്പിഫൈറ്റുകൾ. വാസസ്ഥലങ്ങൾക്ക് വേണ്ടി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. വാസസ്ഥലങ്ങൾക്ക് വേണ്ടി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ എന്നറിയപ്പെടുന്നത്. അന്തരീക്ഷത്തിൽ നിന്നും നേരിട്ട് ഈർപ്പം വലിച്ചെടുക്കാൻ ശേഷിയുള്ള പ്രത്യേകതരം വേരുകളാണ് ഇവയുടെ പ്രത്യേകത. പഠിച്ചോളെ, അന്തരീക്ഷത്തിൽ നിന്നും നേരിട്ട് ഈർപ്പം വലിച്ചെടുക്കാൻ ശേഷിയുള്ള പ്രത്യേകതരം വേരുകളാണ് ഇവയുടെ പ്രത്യേകത. എപ്പിഫൈറ്റുകൾ വളരുന്നതിന് മണ്ണിന്റെ ആവശ്യമില്ല. ദാ കിടക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എപ്പിഫൈറ്റുകൾക്ക് വളരുന്നതിന് മണ്ണിന്റെ ആവശ്യമില്ല. എപ്പിഫൈറ്റുകൾ മാതൃസസ്യത്തിന് ദോഷമുണ്ടാക്കുന്നവയല്ല. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എപ്പിഫൈറ്റുകൾ മാതൃസസ്യങ്ങൾക്ക് ദോഷമുണ്ടാക്കുന്നവയല്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, എന്താണ് എപ്പിഫൈറ്റുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാസസ്ഥലത്തിന് വേണ്ടി മാത്രം അവന് താമസിക്കണം, അതിനോടൊപ്പം തന്നെ മാതൃസസ്യം എന്ത് ചെയ്യണം? അല്പം സംരക്ഷണവും നൽകണം. ഇതിനു വേണ്ടി മാത്രം മറ്റു സസ്യങ്ങളെ അല്ലെങ്കിൽ മാതൃസസ്യത്തെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എപ്പിഫൈറ്റുകൾ. അല്ലാതെ ഇവര് മാതൃസസ്യത്തിൽ നിന്ന് ഭക്ഷണം മോഷ്ടിക്കുകയൊന്നും ചെയ്യൂല കേട്ടോ. ഇവര് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും. എന്നാൽ ആകെ അവർക്ക് ഒരു പ്രശ്നമേ ഉള്ളൂ. അവർക്ക് എന്ത് വേണം? ഒരു വാസസ്ഥലം വേണം, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എപ്പോഴും വേണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നു. ഇവരെ വിളിക്കുന്ന പേരാണ് എപ്പിഫൈറ്റുകൾ എന്ന്. അന്തരീക്ഷത്തിൽ നേരിട്ട് ഈർപ്പം ഇവരെന്ത് ചെയ്യും? വലിച്ചെടുക്കും. ഇങ്ങനെ ഈർപ്പം ഉപയോഗിച്ചാണ് അവരെന്ത് ചെയ്യുന്നത്? മുന്നോട്ട് വളരുന്നത്. എപ്പിഫൈറ്റുകൾക്ക് വളരുന്നതിന് മണ്ണിന്റെ ആവശ്യമില്ല. പ്രീവിയസ് ചോദ്യമാണ്. എപ്പിഫൈറ്റുകൾക്ക് വളരുന്നതിന് മണ്ണിന്റെ ആവശ്യമില്ല. എപ്പിഫൈറ്റുകൾ മാതൃസസ്യത്തിന് ദോഷമുണ്ടാക്കുന്നവയല്ല. എപ്പിഫൈറ്റുകൾ മാതൃസസ്യത്തിന് ദോഷമുണ്ടാക്കുന്നവയല്ല. പഠിക്കുക. അടുത്തതാണ് പരാത സസ്യങ്ങൾ. എപ്പിഫൈറ്റുകളും പരാത സസ്യങ്ങളും തമ്മിൽ കൺഫ്യൂഷൻ ആവല്ലേ സുഹൃത്തുക്കളെ? അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. എപ്പിഫൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമസ സ്ഥലത്തിന് വേണ്ടി മാത്രം സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു? സഹായം തേടുന്നു. എന്നാൽ പരാത സസ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ അത് നേരെ എൻറ്റയർലി ഡിഫറെന്റ് ആണ് കേട്ടോ. തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. നമുക്ക് നോക്കാം. പരാത സസ്യങ്ങൾ വാസസ്ഥലത്തിനും ആഹാര നിർമ്മാണത്തിനുമായി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യവിഭാഗം പരാത സസ്യങ്ങൾ എന്നറിയപ്പെടുന്നു. വ്യക്തമായ സുഹൃത്തുക്കളെ, വാസസ്ഥലം വേണം പരാസസ്യത്തിന്. വാസസ്ഥലം കൊടുത്താൽ മാത്രം പോരാ, മാതൃസസ്യത്തിന് ആഹാരം കൂടി എന്ത് ചെയ്യും? സ്വീകരിക്കും. ആരാണ്? ഈ പരാത സസ്യങ്ങള്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സസ്യങ്ങളെ വിളിക്കുന്ന പേരാണ് പരാത സസ്യങ്ങൾ എന്ന്. അപ്പൊ എന്താ പരാത സസ്യങ്ങൾ എന്ന് ചോദിച്ചാല്, ഒരു സസ്യം അതിന്റെ മാതൃസസ്യത്തിൽ നിന്ന് വാസസ്ഥലം മാത്രമല്ല, അതിനോടൊപ്പം ആ സസ്യം ഉൽപ്പാദിപ്പിക്കുന്ന ആഹാരം കൂടി ഇങ്ങ് മോഷ്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം സസ്യങ്ങളെ വിളിക്കുന്ന പേരാണ് പരാത സസ്യങ്ങൾ. പരാത സസ്യങ്ങൾ മാതൃസസ്യത്തിന് ദോഷം ചെയ്യുകയും മാതൃസസ്യത്തിന്റെ നാശത്തിന് തന്നെ കാരണമാവുകയും ചെയ്യുന്നു. പരാത സസ്യങ്ങള് മാതൃസസ്യത്തിന് ദോഷം ചെയ്യുകയും മാതൃസസ്യത്തിന്റെ നാശത്തിന് തന്നെ ഇത് കാരണമാവുകയും ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം എന്നറിയപ്പെടുന്ന റഫ്ലീഷ്യ ഒരു പരാത സസ്യമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം എന്നറിയപ്പെടുന്ന റഫ്ലീഷ്യ എന്ന് പറയുന്നത് ഒരു പരാത സസ്യമാണ്. കണ്ടോ, ഇതാണ് കേട്ടോ റഫ്ലീഷ്യ എന്ന് പറയുന്നത്. വലിയൊരു പുഷ്പമാണ്. ഇതിന് ഒരു പരാത സസ്യമാണ് എന്ന് പഠിക്കുക. പരാത സസ്യങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു, അർദ്ധപരാതമെന്നും പൂർണ്ണപരാതമെന്നും. പരാത സസ്യങ്ങളെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം, അർദ്ധപരാതമെന്നും പൂർണ്ണപരാതമെന്നും. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. പരാത സസ്യങ്ങള് വാസസ്ഥലത്തിനും ആഹാര നിർമ്മാണത്തിനുമായി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യവിഭാഗങ്ങളെ പരാത സസ്യങ്ങൾ എന്നറിയപ്പെടുന്നു. പരാത സസ്യങ്ങൾ മാതൃസസ്യത്തിന് ദോഷം ചെയ്യുകയും മാതൃസസ്യത്തിന്റെ നാശത്തിന് ഇത് കാരണമാവുകയും ചെയ്യുന്നു.
ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം എന്നറിയപ്പെടുന്ന റഫ്ലീഷ്യ ഒരു പരാത സസ്യമാണ്. പരാത സസ്യങ്ങളെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം, അർദ്ധപരാതം എന്നും പൂർണ്ണപരാത സസ്യങ്ങൾ എന്നും. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് അർദ്ധപരാത സസ്യങ്ങളാണ്. ആതിഥേയ സസ്യങ്ങളിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടു കൂടി സ്വയം ആഹാരം പാകം ചെയ്യുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാത സസ്യങ്ങൾ. ഉദാഹരണം ഇത്തിൽ കണ്ണി. നമ്മുടെ വീട്ടിന്റെ പുറത്തുള്ള മാവിലൊക്കെ ഇഷ്ടം പോലെ പിടിച്ചെടുക്കുന്ന സാധനമാണ് കേട്ടോ ഈ ഇത്തിൽ കണ്ണി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശത്തുള്ള സുഹൃത്തുക്കൾക്കാണെങ്കിൽ വ്യക്തമായിട്ട് അറിയാം ഈ ഇത്തിൽ കണ്ണീനെ. അപ്പോ ആതിഥേയ സസ്യങ്ങളിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുക്കും. പക്ഷേ ആൾ അല്പം മാന്യനാണ്. ഈ ജലവും ലവണവും വലിച്ചെടുത്തതിന് ശേഷം പുള്ളിക്കാരൻ അവന്റെ ഇലയിൽ വെച്ച് സ്വന്തമായിട്ട് ആഹാരം എന്ത് ചെയ്യും, നിർമ്മിച്ചിട്ട് അവന്റെ ആവശ്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കുകയും ചെയ്യും. ഇത്തരം സസ്യങ്ങളാണ് അർദ്ധപരാത സസ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താണ് അർദ്ധപരാത സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അവൻ ഇച്ചിരി നാണോ മാനോ കൊണ്ട് കേട്ടോ അവൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് അവന്റെ ആദ്യ സസ്യത്തിൽ നിന്ന് എന്ത് ചെയ്യും, ജലവും ലവണവും മാത്രമേ മോഷ്ടിക്കുള്ളൂ. ജലവും ലവണവും സ്വീകരിക്കാനായിട്ട് അവൻ മണ്ണിനെ ഉപയോഗിക്കൂല. മാതൃസസ്യ കാണ്ഡങ്ങളിൽ നിന്നും ഡയറക്റ്റ് എന്ത് ചെയ്യും, ഇവന്റെ വേരുകൾ ആഴ്ത്തും. ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ ഇത്തിൽക്കണ്ണി അടക്കമുള്ള അർദ്ധപരാത സസ്യങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ഈ മാതൃസസ്യത്തിന്റെ കാണ്ഡത്തിലേക്കോ അല്ലെങ്കിൽ ഈ മാതൃസസ്യത്തിന്റെ വേരിലേക്കോ ഒക്കെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇവന്റെ പ്രത്യേക തരത്തിലുള്ള വേരുകൾ ആഴ്ത്തിയിറക്കും. എന്നിട്ട് ഡയറക്റ്റ് എന്ത് ചെയ്യും, ഈ സസ്യത്തിന്റെ ആ ഭാഗത്തേക്ക് എത്തേണ്ട ജലവും ലവണത്തിനെയും ആ ഭാഗത്ത് എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, ഇവൻ അങ്ങ് വലിച്ചെടുത്തിട്ട് ഇവന്റെ ഇലകളിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, സ്വന്തമായിട്ട് ആഹാരം എന്ത് ചെയ്യും, പാകം ചെയ്യും. ഇത്തരം സസ്യങ്ങളെ അർദ്ധപരാത സസ്യങ്ങൾ എന്ന് പറയും. ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ചോദിച്ചാൽ ഇത്തിൽ കണ്ണിയാണ്. ആരാണ്? ഇത്തിൽ കണ്ണിയാണ്. പൂർണ്ണപരാതം എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ, ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ടങ്ങ് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാത സസ്യങ്ങള്. ഒരു നാണോ മാനോ ഇല്ല. പുള്ളിക്കാരൻ എന്താ ചെയ്യുന്നത്, ആതിഥേയരായ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരത്തെ എന്ത് ചെയ്യും, നേരിട്ടങ്ങ് വലിച്ചെടുക്കും. ചോദിക്കാൻ പറയുന്നില്ല, നേരിട്ടങ്ങ് വലിച്ചെടുത്ത് അവൻ എന്ത് ചെയ്യും, അങ്ങ് വളരും. ഇത്തരത്തിലുള്ള പരാതങ്ങളെയാണ് പൂർണ്ണപരാതം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉദാഹരണം മൂടില്ലാത്ത ആളി. പൂർണ്ണപരാതത്തിന് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ, മൂടില്ലാത്ത ആളിയാണ്. ഒന്നുകൂടി പറയാം, എന്താണ് പൂർണ്ണപരാതം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം അവൻ ചോദിക്കുന്നു, നേരിട്ട് എന്ത് ചെയ്യുന്നു, അങ്ങ് വലിച്ചെടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവൻ വളരാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള സസ്യങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പൂർണ്ണപരാത സസ്യങ്ങൾ. ഉദാഹരണം മൂടില്ലാത്ത ആളി പഠിക്കുക. ഇനി ഇവയിൽ നിന്നെല്ലാം വ്യത്യാസപ്പെട്ട ഒരു കുടുംബക്കാരുണ്ട്, അവരാണ് ശപോപജീവികൾ. എന്താണ് ശപോപജീവികൾ? ജീർണാവശിഷ്ടങ്ങളിൽ നിന്നും പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്നവയാണ് ശപോപജീവികൾ എന്നറിയപ്പെടുന്നത്. എന്താണ് ശപോപജീവികൾ? ശവം കണ്ടോ, ശവത്തിൽ നിന്നും സ്വീകരിക്കുന്നു എന്നൊക്കെ പഠിച്ചു വെച്ചിരുന്ന ആദ്യം കേട്ടോ. ശപോപജീവികൾ. എന്താ ശപോപജീവികൾ എന്ന് വെച്ചാല് ജീർണാവശിഷ്ടങ്ങളിൽ നിന്നും പോഷകഘടകങ്ങളെ ആഗിരണം ചെയ്ത് വളരുന്നവയാണ് ശപോപജീവികൾ. ശപോപജീവികൾക്ക് ഉദാഹരണ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ 3 ഉദാഹരണവും പഠിച്ചോളണേ. നിയോട്ടിയ, മോണോട്രോപ്പ, പൂപ്പലുകള് ശപോപജീവികൾക്ക് ഉദാഹരണമാണ്. ഒന്നുകൂടി പറയാം, പൂപ്പലുകൾ ശപോപജീവികൾക്ക് ഉദാഹരണമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ തെറ്റിക്കുന്ന പോയിന്റാണ് പറഞ്ഞത്. ശപോപജീവികൾക്ക് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ആരാണ്? പൂപ്പലുകളാണ്. അപ്പോ ശപോപജീവികൾ എന്ന് വെച്ചാൽ ജീർണിച്ച അവശിഷ്ടങ്ങളിൽ നിന്നും പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്ത് അവർ സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നു, ജീവിക്കുന്നു. ഇതാണ് ശപോപജീവികള്. ഇവയുടെ പ്രധാന ഉദാഹരണം ചോദിച്ചാല് നിയോട്ടിയ, മോണോട്രോപ്പ, അതുപോലെ പൂപ്പലുകൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണേ. പഴകിയ റൊട്ടിയിൽ അല്ലെങ്കിൽ അച്ചാറിൽ കാണപ്പെടുന്ന പൂപ്പലുകൾ ശപോപജീവികൾക്ക് ഉദാഹരണമാണ്. അപ്പോ ബ്രെഡിൽ കാണപ്പെടുന്നത് അല്ലെന്നുണ്ടെങ്കിൽ അച്ചാറിലൊക്കെ നമ്മൾ കുറച്ചു ദിവസം തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതിൽ പൂപ്പല് പിടിക്കും. ഇത്തരം പൂപ്പലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ശപോപജീവികൾ എന്ന്. പൂപ്പലുകളെല്ലാം ശപോപജീവികളാണ് എങ്കിലും ഇവ സസ്യങ്ങളല്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ. പൂപ്പലുകളെല്ലാം ശപോപജീവികളാണ്, എന്നാൽ ഇവ സസ്യവർഗത്തിൽ പെടുന്നവയല്ല. പൂപ്പലുകൾ എന്തിനില്ല? സസ്യവർഗത്തിൽ പെടുന്നവയല്ല. പൂപ്പൽ വർഗത്തിലെ പ്രധാനിയാണ് കൂണുകൾ. അപ്പോ കൂണുകൾ സസ്യമാണോ? അല്ല. കൂണുകളെല്ലാം എന്തല്ല? പ്ലാന്റ് അല്ലെങ്കിൽ സസ്യങ്ങളല്ല എന്നങ്ങ് പഠിക്കുക. സസ്യങ്ങളല്ല കൂണുകൾ. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. ഒത്തിരി പേർക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ള പോയിന്റാ പറഞ്ഞത്. പൂപ്പലുകളെല്ലാം ശപോപജീവികളാണ്, അല്ലെങ്കിൽ സാപ്രോഫൈറ്റുകൾ എന്ന് പറയും കേട്ടോ. സാപ്രോഫൈറ്റുകളാണ്, എന്നാൽ ഇവ സസ്യങ്ങളല്ല. അവ പ്രത്യേക വർഗത്തിലുള്ളവയാണ്. പൂപ്പൽ വർഗത്തിലെ പ്രധാനിയാണ് കൂണുകൾ. അപ്പോ കൂണുകള് സസ്യവിഭാഗത്തിൽ പെടുന്നവയല്ല. പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ആരോഹികൾ. എന്താ ആരോഹികൾ എന്ന് നമുക്കൊന്ന് നോക്കാം. മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളാണ് ആരോഹികൾ.
സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് മറ്റു സസ്യങ്ങൾ പടർന്നു കയറിക്കൊണ്ട് എന്ത് ചെയ്യും, മുകളിലോട്ട് വളരും. അവന് സ്വന്തമായിട്ട് നേരെ നിവർന്ന് മുകളിലോട്ട് പോകാൻ പറ്റൂല. കാരണം കാണ്ഡം അല്ലെങ്കിൽ തണ്ടിന് കട്ടിയില്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും, അവന്റെ അടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും നല്ല കട്ടിയുള്ള ഒരു സസ്യത്തിൽ എന്ത് ചെയ്യും, പടർന്നു പന്തലിച്ചങ്ങ് കയറാം. ഇവയെ വിളിക്കുന്നതാണ് ആരോഹികൾ എന്ന്. എന്താണ് ആരോഹികൾ എന്ന്? താങ്ങുകൾ ചുറ്റിപ്പിടിക്കുന്നതിനായി ഇവയിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലുള്ള ഭാഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പ്രധാനങ്ങൾ. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പിന്നെയും വന്നിരിക്കുന്നു. താങ്ങുകൾക്ക് ചുറ്റും പിടിക്കുന്നതിനായിട്ട് ഇവയിലെ സ്പ്രിങ് പോലുള്ള പ്രത്യേക ഭാഗങ്ങൾ കാണപ്പെടുന്നു. ഇവയെ വിളിക്കുന്ന പേരാണ് പ്രധാനങ്ങൾ. കണ്ടോ സുഹൃത്തുക്കളെ, സ്പ്രിങ് പോലെ ഇരിക്കുന്നത്, ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രധാനങ്ങൾ. മറ്റു സസ്യങ്ങൾ പറ്റിപ്പിടിക്കുന്നതിന് വേണ്ടി കാണ്ഡത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന വേര് പോലുള്ള ഭാഗമാണ് പറ്റുവേരുകൾ. പ്രധാനമായിട്ടും നമ്മുടെ കുരുമുളകിലൊക്കെ കാണാൻ പറ്റും കേട്ടോ സുഹൃത്തുക്കളെ, പറ്റുവേരുകൾ. കണ്ടോ, ഈ ഇങ്ങനെ ഇരിക്കുന്നതാണ് പറ്റുവേരുകൾ എന്ന് പറയുന്നത്. അതിന് നമ്മൾ വലിച്ചിളക്കി കഴിഞ്ഞാൽ നല്ല കടുപ്പമായിരിക്കും അവനെ പിടിവിട്ടിഞ്ഞ് വരാനായിട്ട്. പെട്ടെന്ന് നമ്മൾ വിചാരിക്കും അയ്യോ വേരാങ്ങണം പൊട്ടിയോ. സത്യത്തിൽ അത് വേരല്ല, ഇത് പറ്റുവേരുകൾ എന്നാണ് അറിയപ്പെടുന്നത്. വേരിന്റെ യാതൊരുവിധ ഗുണവും യവന്മാർക്കില്ല. യവന്മാർ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത് നിൽക്കുന്ന സസ്യത്തിൽ പിടിച്ചു കയറുന്നതിന് വേണ്ടിയിട്ട് സസ്യങ്ങളെ സഹായിക്കുന്നു. ഇതിന് വിളിക്കുന്ന പേരാണ് പറ്റുവേരുകൾ. അപ്പോ മറ്റു സസ്യങ്ങളെ പറ്റിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കാണ്ഡത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന വേര് പോലുള്ള ഭാഗം അറിയപ്പെടുന്ന പേരാണ് പറ്റുവേരുകള്. പറ്റുവേര് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സസ്യം എന്ന് ചോദിച്ചാൽ കുരുമുളകാണ് കേട്ടോ. നമുക്ക് വീട്ടിന്റെ ഫ്രണ്ടിലൊക്കെ കുരുമുളക് ഉണ്ടെങ്കിൽ സുഹൃത്തുക്കൾ പോയി നോക്കിയാൽ മതി. ഇങ്ങനെ കാണ്ഡത്തിനോട് ചേർന്നിട്ട് എന്ത് ചെയ്യും, പറ്റുവേര് വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതാണ് എന്ത് ചെയ്യുന്നത്, ഈ സസ്യത്തിനെ അവിടെ ഉറപ്പിച്ചു നിർത്തുന്നത്. എന്നാൽ പ്രധാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താങ്ങിനെ ചുറ്റിപ്പിടിച്ച് കയറുന്നതിന് വേണ്ടി സ്പ്രിങ് പോലുള്ള പ്രത്യേക ഭാഗങ്ങൾ എന്തുണ്ടായിരിക്കും, സസ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇവയെ വിളിക്കുന്ന പേരാണ് പ്രധാനങ്ങൾ. ആരോഹികളുടെ ഉദാഹരണം PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, പഠിക്കുക. കുരുമുളക്, പാവല്, പടവലം, മുന്തിരി. ആരോഹികൾ എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ സുഹൃത്തുക്കളെ. ഇവിടെ പ്രധാനപ്പെട്ട ഉദാഹരണം ചോദിച്ചാല് കുരുമുളക്, പാവൽ, പടവലം, മുന്തിരി ഇവയെല്ലാം PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്, പഠിക്കുക. അടുത്തതാണ് ഇഴവള്ളികൾ. നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ എന്നറിയപ്പെടുന്നത്. എന്താ ഈ ഇഴവള്ളികളും ആരോഹികളും തമ്മിലുള്ള വ്യത്യാസം? ഇഴവള്ളികൾ സ്വാഭാവികമായിട്ടും മടിയന്മാരാണ്. ആരോഹികളെ പോലെ മറ്റു സസ്യങ്ങളെ പുറത്തൂടെ വലിഞ്ഞു കയറാനൊന്നും അവന് സമയമില്ല. അവരെന്താ ചെയ്യുന്നത്, തറയിലാണെങ്കിൽ തറയിൽ അവിടെ കിടന്നങ്ങ് പടർന്നങ്ങ് വളരുമാരാണ് ഇഴവള്ളികൾ എന്ന് പറയുന്നത്. അപ്പോ നിലത്ത് പടർന്ന് വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ. അവർക്ക് മറ്റു സസ്യങ്ങളെ മേലെ പടർന്നു കയറാനൊന്നും സമയമില്ല. അവരെന്ത് ചെയ്യുന്നു, എവിടെയാണോ നടന്നത് ആ ഒരു പ്രാന്തപ്രദേശത്ത് മൊത്തം അവന്മാരെന്ത് ചെയ്യും, ഇങ്ങനെ തറയിലൂടെ അല്ലെങ്കിൽ മണ്ണിലൂടെ എന്ത് ചെയ്യും, പടർന്ന് ഇങ്ങനെ അങ്ങ് കിടക്കും. ഇവയ്ക്ക് പറ്റുവേരുകൾ, പ്രധാനങ്ങൾ എന്നിവ ഇല്ല. അല്ലേ, ശരിയല്ലേ? കാരണം അവർ എങ്ങോട്ടെങ്കിലും വലിഞ്ഞു കയറുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് അവർക്ക് പറ്റുവേരുകൾ അല്ലെങ്കിൽ പ്രധാനങ്ങളുടെ ആവശ്യമില്ല. ആർക്ക്? ഇഴവള്ളികൾക്ക്. ഇഴവള്ളികളുടെ പ്രധാന ഉദാഹരണമാണ് കൊടങ്ങല്. നമ്മുടെ പണ്ട് നാട്ടിൻ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൊടങ്ങൽ എന്ന് പറയുന്നത്. നമ്മൾ മുയലിന് ഭക്ഷണമായിട്ട് കൊടുക്കാറുണ്ടായിരുന്നു കൊടങ്ങല്. അതുപോലെ തന്നെ സ്ട്രോബെറി, മധുരക്കിഴങ്ങ്. കൊടങ്ങല്, അതുപോലെ സ്ട്രോബെറി, മധുരക്കിഴങ്ങ് ഇവയാണ് പ്രധാനപ്പെട്ട ഇടവള്ളികൾ. ആരാണ്? ഇടവള്ളികൾ. അപ്പോൾ എന്താണ് ഇടവള്ളികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികള്. അവർ വേറെ ആരെയും മണ്ടയ്ക്ക് കയറാൻ പോകില്ല. അതുകൊണ്ട് തന്നെ അവയ്ക്ക് പറ്റുവേരുകളോ പ്രധാനങ്ങളുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ അവ കാണപ്പെടുന്നില്ല. ഇഴവള്ളികൾക്ക് പ്രധാനപ്പെട്ട ഉദാഹരണം ചോദിച്ചാല് കൊടങ്ങല്, സ്ട്രോബെറി, മധുരക്കിഴങ്ങ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് വേരുകൾ. സസ്യങ്ങൾക്ക് ജലവും ലവണവും മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാൻ സഹായിക്കുന്ന സസ്യഭാഗം എന്ന് ചോദിച്ചാൽ അത് വേരുകളാണ്. സസ്യങ്ങൾക്ക് ജലവും ലവണവും മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാൻ സഹായിക്കുന്ന സസ്യഭാഗം എന്ന് ചോദിച്ചാൽ അത് വേരുകളാണ്. സസ്യങ്ങളെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്ന വേരുകളാണ്. സസ്യങ്ങളെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഭാഗം എന്ന് ചോദിച്ചാൽ അത് വേരുകളാണ്. പഠിച്ചോളനെ, സസ്യങ്ങളെ മണ്ണില് ഉറപ്പിച്ചു നിർത്തുന്ന ഭാഗം എന്ന് ചോദിച്ചാൽ അത് വേരുകളാണ്. വിത്തിൽ ആദ്യമായി രൂപപ്പെടുന്ന ഭാഗം വേരാണ്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. വിത്തിൽ നിന്ന് ആദ്യമായി രൂപപ്പെടുന്ന ഭാഗം എന്ന് ചോദിച്ചാൽ അത് വേരാണ്. പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. വിത്തിൽ നിന്നും ആദ്യമായി രൂപപ്പെടുന്ന ഭാഗം ചോദിച്ചാൽ അത് വേരാണ്. ഒന്നുകൂടി പറയാം, സസ്യങ്ങൾക്ക് ആവശ്യമായ ജലവും ലവണവും മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാൻ സഹായിക്കുന്ന സസ്യഭാഗം ചോദിച്ചാൽ അത് വേരുകളാണ്. സസ്യങ്ങളെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്ന സസ്യഭാഗം ചോദിച്ചാൽ വേരുകളാണ്. വിത്തിൽ നിന്ന് ആദ്യമായി രൂപപ്പെടുന്ന ഭാഗം എന്ന് ചോദിച്ചാൽ അത് വേരുകളാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് താങ്ങുവേരുകൾ. എന്താ സുഹൃത്തുക്കളെ താങ്ങുവേരുകള്? ജലവും ലവണവും വലിച്ചെടുക്കാൻ മാത്രമല്ല ചെടികളെ താങ്ങി നിർത്താനും വേരുകൾ പ്രയോജനപ്പെടുത്താറുണ്ട്. ജലവും ലവണവും വലിച്ചെടുക്കാൻ മാത്രമല്ല
ചെടികളെ താങ്ങി നിർത്താനും വേരുകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. സസ്യങ്ങളെ താങ്ങി നിർത്തുന്ന മണ്ണിന് മുകളിൽ കാണപ്പെടുന്ന വേരുകൾ അറിയപ്പെടുന്ന പേരാണ് താങ്ങുവേരുകൾ. പഠിച്ചോളണേ, സാധാരണ വേരുമായിട്ട് താങ്ങുവേരിന്റെ വ്യത്യാസം കണ്ടോ? സസ്യങ്ങളെ താങ്ങി നിർത്താനായിട്ട് മണ്ണിന് മുകളിൽ കാണപ്പെടുന്ന വേരുകൾ അറിയപ്പെടുന്ന പേരാണ് താങ്ങുവേരുകൾ. സാധാരണ വേരുകൾ എവിടെയാണ്? മണ്ണിനടിയിലാണ്. മണ്ണിനടിയിൽ നിന്നുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? സസ്യത്തിന് ആവശ്യമായിട്ട് മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. എന്നാൽ ചില സസ്യങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമായി എന്ന് വരൂല. അതുകൊണ്ട് പ്രകൃതി തന്നെ അവർക്ക് നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് താങ്ങുവേരുകൾ എന്ന് പറയുന്നത്. ഈ താങ്ങുവേരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു സസ്യത്തിന്റെ ശിഖരത്തിൽ നിന്നായിരിക്കും പൊട്ടി വരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പേരാലൊക്കെ കണ്ടോ സുഹൃത്തുക്കളെ? ഈ പേരാലിന്റെ ശിഖരത്തിൽ നിന്ന് എന്ത് ചെയ്യും? വേരെന്ത് ചെയ്യും? താഴേക്ക് പൊട്ടി വരികയും ഇതെന്ത് ചെയ്യും? നേരെ മണ്ണിലേക്ക് ആഴ്ന്നു പോവുകയും ചെയ്തിട്ട് ആ ഒരു ശിഖരത്തിന് മൊത്തം എന്ത് ചെയ്യും? ഈ വേര് സപ്പോർട്ട് നൽകും. അപ്പൊ പെട്ടെന്ന് ഒരു കാറ്റടിക്കുകയോ അല്ലെങ്കിൽ ഒരു മണ്ണൊലിപ്പ് ഉണ്ടായാലൊന്നും ഇങ്ങനെയുള്ള സസ്യങ്ങൾ പെട്ടെന്ന് കടപുഴകി വീഴത്തില്ല, അല്ലെങ്കിൽ മറിഞ്ഞു വീഴത്തില്ല. എന്നുള്ള കാരണം ചോദിച്ചാല് ഈ രൂപത്തിലുള്ള താങ്ങുവേരുകൾ ഉള്ളത് കൊണ്ടാണ്. ഒന്നുകൂടി പറയാം, ഒരു കൺഫ്യൂഷനും വേണ്ട. ജലവും ലവണവും വലിച്ചെടുക്കാൻ മാത്രമല്ല ചെടികൾ താങ്ങി നിർത്താനും എന്തുപയോഗിക്കുന്നുണ്ട്? വേരുകൾ ഉപയോഗിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള വേരുകൾ അറിയപ്പെടുന്ന പേരാണ് താങ്ങുവേരുകൾ. താങ്ങുവേരുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ സുഹൃത്തുക്കളെ? അത് മണ്ണിന് മുകളിലായിരിക്കും കാണപ്പെടുന്നത്. മണ്ണിന് മുകളിലായിരിക്കും കാണപ്പെടുന്നത്. താങ്ങുവേരുകൾ സാധാരണ ഒരു സസ്യത്തിന്റെ ശിഖരങ്ങളിൽ നിന്നും രൂപപ്പെടുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ആരാണ്? നമ്മുടെ പേരാലാണ്. കണ്ടോ, പേരാലിന്റെ താങ്ങുവേരുകൾ പോയിരിക്കുന്നത് ആരാണ്? പേരാലാണ്. അരയാലല്ല, പേരാലാണ്. പഠിക്കുക. അടുത്തതാണ് പൊയ്ക്കാൽ വേരുകൾ. താങ്ങുവേരുകളെ പോലെ സസ്യങ്ങൾക്ക് താങ്ങ് നൽകുന്ന മറ്റൊരു തരം വേരുകൾ അറിയപ്പെടുന്ന പേരാണ് പൊയ്ക്കാൽ വേരുകൾ. എന്നാൽ ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാല് ഈ പൊയ്ക്കാൽ വേരുകൾ സസ്യത്തിന്റെ തണ്ടിൽ നിന്നാണ് രൂപപ്പെടുന്നത്. ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട വ്യത്യാസം കേട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ശിഖരത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? രൂപപ്പെടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. എന്നാൽ ഒരു സസ്യത്തിന്റെ ഫുൾ തണ്ടിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നു? ഒരുപാട് വേരുകൾ ഇങ്ങനെ രൂപപ്പെടുന്നു. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, ഈ ആറ്റുകൈത കണ്ടോ? ഈ ആറ്റുകൈതയ്ക്ക് ഒരേ ഒരു കാണ്ഡമല്ലേ ഉള്ളൂ സുഹൃത്തുക്കളെ? കണ്ടോ, ഇങ്ങനെ ഓരോരോ കാണ്ഡമായിട്ടല്ലേ നിൽക്കുന്നത്. ഈ ഒരു കാണ്ഡത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരുപാട് വേരുകൾ എന്ത് ചെയ്യും? താഴേക്ക് ഇങ്ങനെ വരും. ഇങ്ങനെ താഴേക്ക് വരുന്ന വേരുകൾ മണ്ണിൽ ഉറച്ചിട്ട് ആ ആറ്റുകൈതയ്ക്ക് നല്ല സപ്പോർട്ട് കൊടുക്കും കേട്ടോ മണ്ണില്. ഇതിനെ വിളിക്കുന്ന പേരാണ് പൊയ്ക്കാൽ വേരുകൾ. അപ്പോ താങ്ങുവേരുകളിൽ നിന്നും പൊയ്ക്കാൽ വേരുകളുടെ വ്യത്യാസം ചോദിച്ചാല് താങ്ങുവേരുകൾ എന്ന് പറയുന്നത് സസ്യത്തിന്റെ ശിഖരങ്ങളിൽ നിന്നും പൊട്ടി വരുന്നവയാണ്. അവ മെയിൻ കാണ്ഡത്തിൽ നിന്നും തൊടത്തില്ല. ഈ ബ്രാഞ്ചസ് ആയിട്ട് പോകുന്ന ശിഖരങ്ങൾ അല്ലെങ്കിൽ ശിഖരങ്ങളിൽ നിന്നാണ് ആര് പൊട്ടി വരുന്നത്? താങ്ങുവേരുകൾ പൊട്ടി വരുന്നത്. ഇങ്ങനെ താങ്ങുവേരുകൾ പൊട്ടി വന്നിട്ട് ആ ഒരു ശിഖരത്തിനെ മാത്രമായിരിക്കും ആ താങ്ങുവേര് എന്ത് ചെയ്യുന്നത്? സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ പൊയ്ക്കാൽ വേരിന്റെ കേസിൽ എന്താ ചോദിക്കുന്നത് വെച്ചാല് പ്രധാനപ്പെട്ട ഒരു കാണ്ഡം ഇങ്ങനെ കാണും. ആ കാണ്ഡത്തിൽ നിന്ന് എന്ത് ചെയ്യും? ഒരുപാട് വേരുകൾ എന്ത് ചെയ്യും? ഇങ്ങനെ വരും. ഈ വേരുകൾ എല്ലാം കൂടെ ചേർന്നിട്ട് ആ സസ്യത്തെ എന്ത് ചെയ്യുന്നു? ഉറപ്പിച്ചെന്ത് ചെയ്യുന്നു? മണ്ണിൽ നിർത്തുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് പൊയ്ക്കാൽ വേരുകൾ. പൊയ്ക്കാൽ വേരുകളുടെ സസ്യത്തിന്റെ പ്രധാന ഉദാഹരണം ആറ്റുകൈതയാണ്. അതുകൊണ്ടാണ് നല്ല വെള്ളപ്പൊക്കവും മണ്ണൊലിപ്പും ഒക്കെ ഉണ്ടായാലും ആറ്റുകൈത ഒരു കുലുക്കോ ഇല്ലാതെ നിൽക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവയുടെ പൊയ്ക്കാൽ വേരുകൾ അത്രയും ശക്തമായത് കൊണ്ടാണ്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് ശ്വസന വേരുകൾ. ശ്വസന വേരുകളെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാനുള്ളതാണ് കണ്ടൽ ചെടികൾ. എന്താണ് കണ്ടൽ ചെടികൾ എന്നുള്ളത്? ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക ഇനം സസ്യവർഗമാണ് കണ്ടൽ ചെടികൾ. ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക ഇനം സസ്യവർഗമാണ് കണ്ടൽ ചെടികൾ. ഇവയുടെ വേരിന്റെ അഗ്രഭാഗം ജലത്തിൽ നിന്നും ഉയർന്ന് അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു. കണ്ടോ സുഹൃത്തുക്കളെ, ചിത്രത്തിൽ ശ്രദ്ധിക്കുക. കണ്ടോ, ഇതാണ് ഒരു കണ്ടൽ ചെടി എന്ന് പറയുന്നത്. ആ കണ്ടൽ ചെടിക്ക് ചുറ്റും ഒരുപാട് വേരുകൾ എന്ത് ചെയ്യുന്നു? ജലത്തിൽ നിന്ന് മുകളിലേക്ക് എന്ത് ചെയ്യുന്നു? ഉയർന്നു നിൽക്കുന്നു. ഇവയെ വിളിക്കുന്ന പേരാണ് ശ്വസന വേരുകൾ. ശ്വസന വേരുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കണം, അവന്റെ പ്രധാനപ്പെട്ട ജോലി എന്തായിരിക്കും? വാതക വിനിമയം നടത്തുക എന്നുള്ളതാണ്. അപ്പോ വാതക വിനിമയത്തിന് സഹായിക്കുന്ന ജലത്തിൽ നിന്നും അഗ്രഭാഗം അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു വളർന്നു നിൽക്കുന്ന ഇത്തരത്തിലുള്ള വേരുകൾ അറിയപ്പെടുന്ന പേരാണ് ശ്വസന വേരുകൾ. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ശ്വസന വേരുകൾ എന്നറിയപ്പെടുന്നു. മറക്കല്ലേ, ശ്വസന വേരുകളുള്ള സസ്യത്തിന് ഉദാഹരണം ചോദിച്ചാൽ അത് കണ്ടൽ ചെടിയാണ്. ശ്വസന വേരിന് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടൽ ചെടിയാണ്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഒന്നുകൂടി പറയാം. ശ്വസന വേരുകളെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് കണ്ടൽ ചെടികളെ പറ്റിയാണ്. ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക ഇനം സസ്യവർഗമാണ് കണ്ടൽ ചെടികൾ. ഈ കണ്ടൽ ചെടികളുടെ വേരുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇവന്മാരുടെ വേര് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് അല്പം ഉയർന്ന് അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു. അപ്പൊ ജലത്തിന്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് ഉയർന്ന് അന്തരീക്ഷത്തിലേക്ക് നിൽക്കുന്നു. ഈ വേരുകൾ ഉപയോഗിച്ചാണ് നമ്മുടെ കണ്ടൽ ചെടി
വാതക വിനിമയം നടത്തുന്ന അല്ലെങ്കിൽ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും സ്വീകരിക്കുകയും പുറത്തുവിടുകയും ഒക്കെ ചെയ്യുന്ന ഈ വേരുകൾ വഴിയാണ്. ഇത്തരം വേരുകൾ അറിയപ്പെടുന്ന പേരാണ് ശ്വസന വേരുകൾ. പഠിക്കുക. അടുത്തതാണ് സംഭരണ വേരുകൾ. ചില സസ്യങ്ങൾക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ആഹാരം വേരുകളിൽ സംഭരിച്ചു വെക്കാറുണ്ട്. ഇത്തരം വേരുകൾ അറിയപ്പെടുന്ന പേരാണ് സംഭരണ വേരുകൾ. PSCയുടെ പ്രീവിയസ് ചോദ്യം ഇവിടെ വരുന്നുണ്ട്. ചില സസ്യങ്ങൾ അവയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആഹാരം വേരുകളിൽ സംഭരിച്ചു വെക്കാറുണ്ട്. ഇത്തരം വേരുകൾ അറിയപ്പെടുന്ന പേരാണ് സംഭരണ വേരുകൾ. എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും സംഭരണ വേരുകളല്ല. ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചോളണേ. എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും സംഭരണ വേരുകളല്ല. ഒന്നുകൂടി പറയാം. സംഭരണ വേരുകൾ എന്ന് പറഞ്ഞാൽ ചില സസ്യങ്ങൾ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണം പിന്നീട് സമയത്തേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? സംഭരിച്ചു വെക്കും. ആഹാരം സംഭരിച്ചു വെക്കുന്നത് വേരുകളിലാണെങ്കിൽ അത്തരം വേരുകൾ അറിയപ്പെടുന്ന പേരാണ് സംഭരണ വേരുകൾ. എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും സംഭരണ വേരുകൾക്ക് ഉദാഹരണമല്ല. പഠിക്കുക. സംഭരണ വേരുകളുടെ പ്രധാനപ്പെട്ട ഉദാഹരണം മരിച്ചീനി, ബീട്രൂട്ട്, കൂർക്ക, മധുരക്കിഴങ്ങ്, ക്യാരറ്റ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. പ്രധാനപ്പെട്ട സംഭരണ വേരുകൾക്ക് ഉദാഹരണം ചോദിച്ചാല് മരിച്ചീനി, ബീട്രൂട്ട്, കൂർക്ക, മധുരക്കിഴങ്ങ്, ക്യാരറ്റ്. ക്യാരറ്റ് അങ്ങ് എടുത്ത് പഠിച്ചോളണേ, കാരണം ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചോളുക, ഇമ്പോർട്ടന്റ്. അടുത്തതാണ് ഭൂകാണ്ഡങ്ങൾ. ചില സസ്യങ്ങളിൽ ആഹാരം സംഭരിക്കുന്നതിന് വേണ്ടി കാണ്ഡങ്ങൾ രൂപാന്തരം പ്രാപിക്കുന്നു. ഇത്തരം കാണ്ഡങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഭൂകാണ്ഡങ്ങൾ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, വേരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു പോയിന്റ് ആണ് പറയുന്നത്. ചില സസ്യങ്ങൾ ആഹാരം സംഭരിക്കുന്നതിന് വേണ്ടിയിട്ട് കാണ്ഡങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അവനെ എന്തെന്ന് പറയാം? തണ്ടെന്ന് പറയാം. ഈ തണ്ട് എന്ത് ചെയ്യുന്നു? രൂപാന്തരം പ്രാപിക്കുന്നു. ഇത്തരത്തിൽ കാണ്ഡങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഭൂകാണ്ഡങ്ങൾ എന്ന്. സംഭരണ വേരുകൾ പോലെ ഭൂകാണ്ഡങ്ങളും മണ്ണിനടിയിലാണ് കാണപ്പെടുന്നത്. അതാണ് ഇതിലുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ് കേട്ടോ. സംഭരണ വേരുകളായാലും ഭൂകാണ്ഡങ്ങളായാലും മണ്ണിനടിയിലാണ് കാണപ്പെടുന്നത്. എന്നാൽ വ്യത്യാസം എന്ന് ചോദിച്ചാൽ സംഭരണ വേരുകൾ എന്ന് പറഞ്ഞാൽ വേരുകൾ എന്ത് ചെയ്യുന്നു? ഭക്ഷണം സംഭരിക്കാൻ ഉപയോഗിക്കുന്നു. എന്നാൽ ഭൂകാണ്ഡങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഭക്ഷണം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപാന്തരം പ്രാപിക്കുന്നു. ഇവയെ വിളിക്കുന്ന പേരാണ് ഭൂകാണ്ഡങ്ങൾ. ഭൂകാണ്ഡങ്ങളുടെ പ്രധാന ഉദാഹരണം ചോദിച്ചാൽ ഉരുളക്കിഴങ്ങ്, ചേന, ചേമ്പ്, ഇഞ്ചി, കൂവ. ഇതിനകത്ത് ഇഞ്ചിയും ഉരുളക്കിഴങ്ങും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഓൾറെഡി PSC പ്രീവിയസ് ആയി ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ ഭൂകാണ്ഡങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാല് ഉരുളക്കിഴങ്ങ്, ചേന, ചേമ്പ്, ഇഞ്ചി, കൂവ എന്നിവയാണ്. ഇതിൽ ഇഞ്ചിയും ഉരുളക്കിഴങ്ങും സുഹൃത്തുക്കള് വ്യക്തമായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടും പഠിക്കുക. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അതാണ് ജീവജലം. എന്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ? ജീവജലം എന്നുള്ള സെക്കൻഡ് ചാപ്റ്ററിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. PSCയുടെ ഒരുപാട് പ്രീവിയസ് ചോദ്യങ്ങൾ ഈ ഭാഗത്ത് ചോദിക്കുന്നുണ്ട്. നമുക്ക് സമയം കളയേണ്ട, നോക്കാം. നമുക്ക് നോക്കാനുള്ളത് ജലത്തിനെ പറ്റിയാണ്. ഈ ഭാഗത്തില് സമയം കളയേണ്ട, നമുക്ക് പഠിക്കാം ജലത്തിനെ പറ്റി. ശുദ്ധജലത്തിന് നിറമോ രുചിയോ മണമോ ഇല്ല. നമുക്കറിയാലേ, മഴവെള്ളം എടുത്തിട്ട് നമ്മൾ കുടിച്ചു നോക്കിയാല് അതിന് നിറമില്ല, രുചിയില്ല, മണമില്ല. ടാപ്പ് വാട്ടർ നോക്കിയാൽ വ്യത്യാസം കാണും, അതിൽ ക്ലോറിൻ അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോ ശുദ്ധജലത്തിന് നിറമോ രുചിയോ മണമോ ഒന്നുമില്ല. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ ജലം കാണപ്പെടുന്നു. അല്ലേ? ശരിയല്ലേ സുഹൃത്തുക്കളെ? ഖരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്, ദ്രാവകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ജലം, വാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീരാവി. ഈ മൂന്ന് അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ അവസ്ഥകളിലൂടെ എല്ലാം നമ്മൾ കടന്നുപോയിട്ടുള്ളതുമാണ്. അപ്പോ ജലത്തിന് ഖരം, ദ്രാവകം, വാതകം എന്നീ മൂന്ന് അവസ്ഥകളിൽ കാണപ്പെടുന്നു. വിശിഷ്ട താപധാരത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്നൊക്കെ പറയും കേട്ടോ. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയ ദ്രവ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജലമാണ്. ജലത്തിന്റെ വിശിഷ്ട താപധാരിത 4184 ജൂളാണ്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് സുഹൃത്തുക്കളെ പറഞ്ഞത്. ഇമ്പോർട്ടന്റ് ആണ്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയ ദ്രവം ഏതെന്ന് ചോദിച്ചാൽ അത് ജലമാണ്. ജലത്തിന്റെ വിശിഷ്ട താപധാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എത്രയെന്ന് ചോദിച്ചാൽ അത് 4184 ജൂളാണ്. വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവ് കൂടുതൽ ജലത്തിനുണ്ട്. വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവ് ജലത്തിന് കൂടുതലാണ്. കൂടുതൽ വസ്തുക്കളെ ഇങ്ങനെ ലയിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ജലത്തിനെ സാർവിക ലായകം എന്നറിയപ്പെടുന്നു. PSCയുടെ പ്രീവിയസ് ചോദ്യമാണ് പറഞ്ഞത്. കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കാൻ ജലത്തിന് കഴിവുണ്ട്. ഇങ്ങനെയുള്ള ജലത്തിന്റെ കഴിവ് കൊണ്ട് തന്നെ ജലത്തിനെ സാർവിക ലായകം എന്നറിയപ്പെടുന്നു. എന്തെന്നറിയപ്പെടുന്നു? സാർവിക ലായകം എന്നറിയപ്പെടുന്നു. ജലം വിതാനം പാലിക്കുന്നു. ജലം എന്ത് ചെയ്യുന്നു? വിതാനം പാലിക്കുന്നു, അല്ലെങ്കിൽ തുലനം പാലിക്കുന്നു നമുക്ക് പറയാം. ജലം എപ്പോഴും എന്ത് ചെയ്യുന്നു? വിതാനം പാലിക്കുന്നു. ഒന്നുകൂടി പറയാം. ജലത്തിനെ പറ്റിയാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ മൊത്തവും നോക്കാൻ പോകുന്നത്. ശുദ്ധജലത്തിന് നിറമോ രുചിയോ മണമോ ഇല്ല. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ ജലം കാണപ്പെടുന്നു.
ഖരാവസ്ഥയിലുള്ള ജലത്തിനെ നമ്മൾ ഐസ് എന്ന് വിളിക്കുന്നു. ദ്രാവകാവസ്ഥയിലുള്ള ജലം ജലം തന്നെയാണ്. വാതകാവസ്ഥയിലുള്ള ജലമാണെങ്കിൽ അവനെ നമ്മൾ നീരാവി എന്ന് വിളിക്കുന്നു. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയ ദ്രവം എന്ന് ചോദിച്ചാൽ അത് ജലമാണ്. ജലത്തിന്റെ വിശിഷ്ട താപധാരിത 4184 വിശിഷ്ട താപധാരിത, അല്ലെങ്കിൽ അവനെ നമുക്ക് മറ്റൊരു പേര് വിളിക്കാം. എന്താണ്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്നാണ്. അത് ഏറ്റവും കൂടുതലുള്ളത് ജലത്തിനാണ്. വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവ് ജലത്തിന് കൂടുതലാണ്. ഇങ്ങനെ കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുള്ളത് കൊണ്ട് തന്നെ ജലത്തിന് നമ്മൾ സാർവിക ലായകം എന്ന് വിളിക്കുന്നു. ജലം വിധാനം പാലിക്കുന്ന ദ്രവമാണ്. ജലം ഒരു വിധാനം പാലിക്കുന്ന ദ്രവമാണ്, അല്ലെങ്കിൽ ഒരു തുല്യത എപ്പോഴും പാലിക്കുന്ന ദ്രവമാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ലീനം. ലായകത്തിൽ ലയിക്കുന്ന വസ്തുക്കളാണ് ലീനം എന്ന് പറയുന്നത്. എങ്ങനെയാ സുഹൃത്തുക്കളെ? ലായകത്തില് ലയിക്കുന്നവ ഏതോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനം. എന്താ ലായകം എന്ന് ചോദിച്ചാൽ തിരിച്ചു പറയണം. ലീനം ലയിക്കുന്ന പദാർത്ഥത്തെ നമ്മൾ ലായകം എന്ന് പറയുന്നു. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. എന്താണ് ലീനം എന്ന് ചോദിച്ചാല് ലായകത്തിൽ ലയിച്ചു ചേർന്നതാരോ അവനെ നമ്മൾ വിളിക്കുന്ന പേര് ലീനം. ഇനി ലായകമാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് പറയും ലീനം എന്തിലാണോ ലയിച്ചത് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ പദാർത്ഥത്തെ വിളിക്കുന്ന പേരാണ് ലായകം. അടുത്തത് എന്താണ്? ലായനി എന്നാണ്. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്ന പുതിയ പദാർത്ഥത്തെ ലായനി എന്നറിയപ്പെടുന്നു. അല്ലെങ്കിൽ ലീനത്തിന്റെയും ലായകത്തിന്റെയും കൂടി ഒരു മിക്സറിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ലായനി എന്ന് വിളിക്കുന്നു. ഖരവസ്തുക്കളും ദ്രാവക വസ്തുക്കളും മാത്രമല്ല വാതകങ്ങളും ജലത്തിൽ എന്ത് ചെയ്യുന്നു? ലയിക്കുന്നു. ഖരവസ്തുക്കളും ദ്രാവക വസ്തുക്കളും മാത്രമല്ല ചിലപ്പോ വാതകങ്ങൾ വരെ എന്ത് ചെയ്യാറുണ്ട്? ജലത്തിൽ ലയിക്കാറുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ച് സോഡാ വെള്ളം ഉണ്ടാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ച് സോഡാ വെള്ളം ഉണ്ടാക്കുന്നത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജൻ മത്സ്യങ്ങൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്നു. ഇതെല്ലാം എന്തിനു ഉദാഹരണമാണ്? ജലത്തില് വാതകം ലയിക്കുന്നു എന്ന് പറയുന്നതിന് ഉദാഹരണമാണ് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ച് സോഡാ വെള്ളം ഉണ്ടാക്കുന്ന ജലത്തിൽ വാതകം ലയിക്കുന്നു എന്നുള്ളതിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ജലത്തിൽ ഓൾറെഡി ലയിച്ചു ചേർന്ന ഓക്സിജനെ മത്സ്യങ്ങൾ എന്ത് ചെയ്യുന്നു? ശ്വസനത്തിന് ഉപയോഗിക്കുന്നു. ഇതും ജലത്തിൽ വാതകം ലയിക്കുന്നു എന്ന് പറയുന്നതിന് ഉദാഹരണമാണ്. അപ്പോൾ ഈ ലീനം, ലായകം, ലായനി നമുക്കൊന്ന് നോക്കാം. ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഒരു ബീക്കർ എടുക്കുകയാണെന്ന് കരുതുക. ബീക്കർ എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലൊരു പാത്രം എടുക്കുന്നു. പാത്രത്തിൽ നമ്മൾ കുറച്ച് ജലം എടുക്കുന്നു. ആ ജലത്തിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു എന്ന് കരുതുക. പഞ്ചസാര ആഡ് ചെയ്യുന്നു എന്ന് കരുതുക. പഞ്ചസാര ആഡ് ചെയ്ത് പറഞ്ഞാൽ പഞ്ചസാര അരിയോ സുഹൃത്തുക്കളെ? ഇല്ലല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു കരണ്ടി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ആ ജലത്തിന് എന്ത് ചെയ്യും? കറക്കി കൊടുക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ പഞ്ചസാര പൂർണ്ണമായിട്ട് മലിഞ്ഞ് എന്ത് ചെയ്യും? ജലത്തിൽ ചേരും. അതെങ്ങനെ നമുക്ക് മനസ്സിലായി? ആ ജലത്തിലേക്ക് നോക്കിയാൽ പിന്നെ ആ പഞ്ചസാരയുടെ തരികൾ നമുക്ക് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ഉപ്പാണ് ഇടുകയെങ്കിൽ ആ ഉപ്പിന്റെ പരലുകൾ അല്ലെങ്കിൽ ഉപ്പിന്റെ തരികളെ നമുക്ക് അവിടെ കാണാൻ കഴിയില്ല. അപ്പൊ നമുക്ക് പറയാം എന്താണ്? ലീനം, ലായകത്തിൽ ലയിച്ചു എന്ന് പറയാം. ഇവിടെ പഞ്ചസാരയെ നമ്മൾ വിളിക്കുന്ന പേര് ലീനമെന്നും ആരാണോ ലയിപ്പിക്കാൻ ഉപയോഗിച്ചത് അത് ജലമാണ്. ജലത്തിന് അതുകൊണ്ട് നമ്മൾ ലായകമെന്നും. പഞ്ചസാരയും ജലവും കൂടെ ചേർന്ന് നമുക്ക് പഞ്ചസാര ലായനി കിട്ടിയില്ലേ സുഹൃത്തുക്കളെ? ഈ പഞ്ചസാര ലായനി അറിയപ്പെടുന്ന പേരാണ് ലായനി എന്നുള്ളത്. പഞ്ചസാര വെള്ളത്തിന് അറിയപ്പെടുന്ന പേരാണ് ലായനി എന്നുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ലായനി. ലായനി എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഈ ലീനവും അതായത് ഈ പഞ്ചസാരയും അതുപോലെ ലായകവും അതായത് വെള്ളവും കൂടെ ചേർന്നുകൊണ്ട് പഞ്ചസാര വെള്ളം നമുക്ക് ലഭിച്ചു അല്ലെ. പഞ്ചസാര വെള്ളം നമുക്ക് ലഭിച്ചു. ഈ പഞ്ചസാര വെള്ളം അറിയപ്പെടുന്ന പേരാണ് ലായനി എന്ന് പറയുന്നത്. പഞ്ചസാര വെള്ളം അറിയപ്പെടുന്ന പേരാണ് ലായനി എന്ന് പറയുന്നത്. അപ്പോൾ ലീനവും ലായകവും തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ, ലീനം പ്ലസ് ലായകം തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും? ലായനി ലഭിക്കും. എന്താണ്? ലായനി ലഭിക്കും. പഠിക്കുക. പഞ്ചസാര വെള്ളത്തിൽ പഞ്ചസാര ലീനവും ജലം ലായകവും പഞ്ചസാര വെള്ളം ലായനിയുമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ്. ഇനി PSC കുറച്ച് ലായനികൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ ലായനികളിലെ ലീനവും ലായകവും നമ്മൾ വേർതിരിച്ച് പഠിക്കണം. ഉപ്പ് വെള്ളത്തിൽ ആരായിരിക്കും സുഹൃത്തുക്കളെ ലീനം? ഉപ്പ് തന്നെ ആയിരിക്കും അല്ലെ ലീനം. കാരണം ഉപ്പാണ് ജലത്തിൽ കലക്കുന്നത്. അതുകൊണ്ട് ഉപ്പ് ലീനവും ലായകം ആരുമായിരിക്കും? ജലവുമായിരിക്കും. സോഡാ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് അതീവ മർദ്ദത്തോടു കൂടി എന്ത് ചെയ്യുന്നു? ജലത്തിലേക്ക് നമ്മൾ കടത്തിവിടുന്നു. അതിനുശേഷം നമ്മൾ അടച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ് സോഡാ വെള്ളം എന്ന് പറയുന്നത്. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ആരിലാണ് ലയിച്ചത്? ജലത്തിലാണ് ലയിച്ചത്. അതുകൊണ്ട് തന്നെ ജലമായിരിക്കും അവിടെ ലായകം. ലീനം എന്നറിയപ്പെടുന്നത് ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ജലത്തിൽ അലിഞ്ഞു ചേർന്നത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയിലെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആയിരിക്കും ലീനം. ആരിലാ ലയിച്ചു ചേർന്നത്? ജലത്തിലാണ്. അതുകൊണ്ട് ലായകം ജലമായിരിക്കും. തുരിശ് ലായനിയില് തുരിശായിരിക്കും അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ് എന്ന് പറയും കേട്ടോ. കോപ്പർ സൾഫേറ്റ് അല്ലെങ്കിൽ തുരിശായിരിക്കും അവിടെ ലീനം.
അത് ആരിലാ ലയിച്ചത്? ജലത്തിലാ ലയിച്ചത്. അതുകൊണ്ട് ജലമായിരിക്കും ലായകം. മറക്കല്ലേ സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ദ്രാവകങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം. ഏതാ സുഹൃത്തുക്കളെ ദ്രാവകം അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം? അത് ലിറ്റർ ആണ്. ദ്രാവകം അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം ആരാണ്? ലിറ്റർ ആണ്. കുറഞ്ഞ അളവിലുള്ള ദ്രാവകങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്നത് മില്ലി ലിറ്റർ ആണ്. കുറഞ്ഞ അളവിലുള്ള ദ്രാവകം അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മില്ലി ലിറ്റർ ആണ്. ഇനി പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ആണ് 1000 ഘന സെന്റിമീറ്റർ എന്ന് പറയുന്നതാണ് 1 ലിറ്റർ. 1000 ഘന സെന്റിമീറ്റർ ആണ് 1 ലിറ്റർ എന്ന് പറയുന്നത്. അതായത് 1 ഘന സെന്റിമീറ്റർ 1 മില്ലി ലിറ്ററിന് തുല്യമെന്ന്. 1 ഘന സെന്റിമീറ്റർ 1 മില്ലി ലിറ്ററിന് തുല്യമായിരിക്കും. അതായത് അത് എന്തുകൊണ്ടാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ 1 ലിറ്റർ എന്ന് പറയുന്നത് എത്രയ്ക്ക് തുല്യമാ സുഹൃത്തുക്കളെ? 1000 മില്ലി ലിറ്ററിന് തുല്യമാണ്. 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മില്ലി ലിറ്ററിന് തുല്യമാണ്. 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ഘന സെന്റിമീറ്ററിന് തുല്യമാണ്. അങ്ങനെയെങ്കിൽ 1 ഘന സെന്റിമീറ്റർ 1 മില്ലി ലിറ്ററിന് തുല്യമാണ്. ഇത് രണ്ടും പഠിച്ചോളണേ, PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ഘന സെന്റിമീറ്ററിന് തുല്യമാണ്. ഇനി 1 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 ഘന സെന്റിമീറ്ററിന് തുല്യമാണ്. ഇത് രണ്ടും സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. അതിനോടൊപ്പം തന്നെ 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മില്ലി ലിറ്ററിന് തുല്യമാണ്. 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മില്ലി ലിറ്ററിന് തുല്യമാണ്. ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിന്റെ 2/3 ഭാഗവും ജലമാണ്. കുഞ്ഞു ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്ന പോയിന്റ് ആണ്. ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിന്റെ 2/3 ഭാഗവും എന്താണ്? ജലമാണ്. ഭൂമിയിലെ ജലത്തിന്റെ ബഹുഭൂരിഭാഗവും സമുദ്രജലമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഭൂമിയിലെ ജലത്തിന്റെ ഭൂരിഭാഗവും എങ്ങനെയാണ്? സമുദ്രജലമാണ്. സമുദ്രജലം നമ്മൾ ഉപയോഗിക്കാത്തതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ സമുദ്രജലത്തിലുള്ള ഉപ്പിന്റെ സാന്നിധ്യം കൊണ്ടാണ്. ഉപ്പിന്റെ അംശം ഇല്ലാത്ത ജലസ്രോതസ്സുകളാണ് ശുദ്ധജല സ്രോതസ്സുകൾ എന്നറിയപ്പെടുന്നത്. പഠിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. ഉപ്പിന്റെ അംശം ഇല്ലാത്ത ജലസ്രോതസ്സുകളെയാണ് നമ്മള് ശുദ്ധജല സ്രോതസ്സുകൾ എന്നറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട ശുദ്ധജല സ്രോതസ്സുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ കിണറുകൾ, കുളങ്ങൾ, തടാകങ്ങൾ, പുഴകൾ ഇവയെല്ലാം പ്രധാന ശുദ്ധജല സ്രോതസ്സുകളാണ്. അപ്പോൾ എന്താണ് ശുദ്ധജലം എന്ന് മനസ്സിലായല്ലോ. ഭൂമിയിലെ 2/3 ഭാഗവും എന്താണ്? ജലമാണ്. ഭൂമിയിലെ ജലത്തിന്റെ ഭൂരിഭാഗവും കാണപ്പെടുന്നത് സമുദ്രമായിട്ടാണ്. സമുദ്രജലം എന്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ ഉപ്പിന്റെ സാന്നിധ്യം കൊണ്ടാണ്. ഉപ്പിന്റെ അംശം ഇല്ലാത്ത ജലസ്രോതസ്സുകളെയാണ് നമ്മൾ ശുദ്ധജല സ്രോതസ്സുകൾ എന്നറിയപ്പെടുന്നത്. പ്രധാന ശുദ്ധജല സ്രോതസ്സുകൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിണറുകള്, കുളങ്ങള്, തടാകങ്ങളും പുഴകളുമാണ് പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാനുള്ളതാണ് ജലമലിനീകരണം. ജലമലിനീകരണത്തിന്റെ പ്രധാന കാരണങ്ങളാണ് പുഴയിൽ വാഹനം കഴുകുന്നതും കന്നുകാലികളെ കുളിപ്പിക്കുന്നതും. പുഴയിലെ വാഹനം കഴുകുന്നതും കന്നുകാലികളെ കുളിപ്പിക്കുന്നതും ജലമലിനീകരണത്തിന് കാരണമാണ്. ഈ കന്നുകാലികളെ കുളിപ്പിക്കുന്നത് അങ്ങ് സ്റ്റാർ ചെയ്ത് പഠിച്ചോളേ. പുഴകളിൽ വാഹനം കഴുകുന്നതും കന്നുകാലികളെ കുളിപ്പിക്കുന്നതും ജലമലിനീകരണത്തിന് കാരണമാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലസ്രോതസ്സിലേക്ക് വലിച്ചെറിയുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലസ്രോതസ്സിലേക്ക് വലിച്ചെറിയുന്നത്. മത്സ്യമാംസ മാർക്കറ്റുകളിൽ നിന്നുള്ള മാലിന്യം കലരുന്നത്. മത്സ്യമാംസ മാർക്കറ്റിൽ നിന്നുള്ള മാലിന്യങ്ങൾ കലരുന്നത്. വ്യാവസായിക ശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കലരുന്നത്. വ്യാവസായശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കലരുന്നതും അതുപോലെ തന്നെ മത്സ്യമാംസ മാർക്കറ്റിൽ നിന്നുള്ള മാലിന്യം കലരുന്നതും ജലമലിനീകരണത്തിന് കാരണമാകുന്നു. കൃഷിയിടങ്ങളിൽ കീടനാശിനി തളിക്കുന്നത്. ഇതും സ്റ്റാർ ചെയ്തങ്ങ് പഠിച്ചോളേ. ഈ സ്റ്റാർ ചെയ്തിരിക്കുന്ന 2 PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കൃഷിയിടങ്ങളിലെ കീടനാശിനി തളിക്കുന്നത് ജലമലിനീകരണത്തിന് കാരണമാകുന്നു. പുഴകളിൽ വാഹനം കഴുകുന്നത് അല്ലെങ്കിൽ കന്നുകാലികളെ കുളിപ്പിക്കുന്നത് ജലമലിനീകരണത്തിന് കാരണമാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലസ്രോതസ്സിലേക്ക് വലിച്ചെറിയുന്നത് ജലമലിനീകരണത്തിന് കാരണമാണ്. മത്സ്യമാംസ മാർക്കറ്റിൽ നിന്നുള്ള മാലിന്യങ്ങൾ കലരുന്നത് ജലമലിനീകരണത്തിന് കാരണമാണ്. വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കലരുന്നതും ജലമലിനീകരണത്തിന് കാരണമാണ്. അതുപോലെ തന്നെ കൃഷിയിടങ്ങളിൽ കീടനാശിനി തളിക്കുന്നതും ജലമലിനീകരണത്തിന് കാരണമാണ്. പഠിക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് മഴ. മഴയെ പറ്റി നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ. ആദ്യം ജസ്റ്റ് ഒന്ന് നമുക്ക് വായിക്കാം, എന്നിട്ട് വ്യക്തമായിട്ട് എന്താണ് മഴയുടെ പിന്നിലെ പ്രവർത്തനവും നമുക്ക് പഠിക്കാം. ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം സൂര്യന്റെ ചൂടേറ്റ് നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്നു. ഈ നീരാവി തണുത്ത് മേഘമായി മാറുന്നു. ഈ മേഘങ്ങൾ തണുക്കുന്നതോടുകൂടി മഴയും ലഭിക്കുന്നു. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ജലാശയങ്ങളുടെയും സസ്യങ്ങളെയും ജലം സൂര്യന്റെ ചൂടേറ്റ് നീരാവിയായിട്ട് അന്തരീക്ഷത്തിലെത്തുന്നു. ഈ നീരാവി തണുത്തുറയുന്നതോടുകൂടി ഇത് മഴമേഘങ്ങളായിട്ട് മാറുന്നു. ഈ മഴമേഘങ്ങൾ പിന്നെയും തണുക്കുമ്പോൾ എന്ത് സംഭവിക്കും? മഴയായിട്ട് അവ താഴേക്ക് പെയ്തിറങ്ങുന്നു. മഴയുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് ബാഷ്പീകരണം, മറ്റൊന്ന് സാന്ദ്രീകരണം. എന്താണ് ബാഷ്പീകരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം.
ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. വെള്ളം നീരാവിയായി മാറുന്ന പ്രക്രിയ ചോദിച്ചാൽ അത് ബാഷ്പീകരണമാണ്. വെള്ളം നീരാവിയായി മാറുന്ന പ്രക്രിയ ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാഷ്പീകരണമാണ്. രണ്ടാമത്തതാണ് സാന്ദ്രീകരണം. ഈ രണ്ട് പ്രക്രിയയും പഠിക്കണം മഴയുമായി ബന്ധപ്പെട്ട്. എന്താണ് സാന്ദ്രീകരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്നു. ഈ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് സാന്ദ്രീകരണം. വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്നു. ഈ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് സാന്ദ്രീകരണം എന്ന് പറയുന്നത്. നീരാവി തണുത്ത് ജലമായി മാറുന്നത് സാന്ദ്രീകരണമാണ്. സ്റ്റാർ ചെയ്ത് പഠിച്ചോളെ. നീരാവി തണുത്ത് ജലമായിട്ട് മാറുന്ന ചോദിച്ചാല് സാന്ദ്രീകരണം. അപ്പോൾ മഴയുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. ഒന്ന് ബാഷ്പീകരണം. ബാഷ്പീകരണത്തിൽ എന്താ സംഭവിക്കുന്നത്? ദ്രാവകങ്ങൾക്ക് ചൂട് ലഭിക്കുമ്പോൾ അവ ബാഷ്പമായി മാറുന്നു. ഈ പ്രക്രിയ വിളിക്കുന്ന പേരാണ് ബാഷ്പീകരണം. ജലം നീരാവിയാവുന്ന പ്രക്രിയ ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാഷ്പീകരണമാണ്. അടുത്ത നമ്മൾ പഠിച്ചത് സാന്ദ്രീകരണം. വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാന്ദ്രീകരണം. നീരാവി തണുത്ത് ജലമായി മാറുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് സാന്ദ്രീകരണമാണ്. സുഹൃത്തുക്കളെ, ചിത്രത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് വ്യക്തമായിട്ട് ഇനി ഒന്ന് പഠിക്കാം കേട്ടോ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. സുഹൃത്തുക്കളെ, ഈ ചിത്രത്തിലാണ്ട് ഈ ഭാഗത്തെല്ലാം ജലമുണ്ടല്ലേ. സമുദ്രത്തിൽ ജലമുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, നദികൾ ഒഴുകി വരുന്നുണ്ട്, അതുപോലെ തടാകങ്ങളുണ്ട്. ഇവിടെ എല്ലായിടത്തും ജലമുണ്ട്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ഈ ജലാശയങ്ങളിലെ ജലം എന്ത് ചെയ്യുന്നു? നീരാവിയായി മുകളിലേക്ക് ഉയരുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ബാഷ്പീകരണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞേ, ജലം നീരാവിയായി കഴിഞ്ഞാൽ ആ പ്രക്രിയ നമ്മൾ വിളിക്കുന്നു ബാഷ്പീകരണം. അപ്പോ സൂര്യപ്രകാശമേറ്റ് നമ്മുടെ സമുദ്രത്തിലെ ജലവും അതുപോലെ തന്നെ നമ്മുടെ തടാകത്തിലെ ജലവും നമ്മുടെ നദികളിലെ ജലവും കിണറിലെ ജലവും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നീരാവിയായി മുകളിലോട്ട് ഉയരുന്നുണ്ട്. അവിടെ എന്ത് നടക്കുന്നു? ബാഷ്പീകരണം നടക്കുന്നു. ഇനി ഇവിടെ നിന്ന് മാത്രമാണോ നമ്മുടെ അന്തരീക്ഷത്തിൽ ജലം എത്തുന്നത്? അല്ല. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സസ്യങ്ങളിലെ ആസ്യാരന്ധ്രങ്ങളിലൂടെ സസ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞിരിക്കുന്ന ജലബാഷ്പത്തെ എവിടത്തേക്ക് എത്തിക്കുന്നുണ്ട്? നമ്മുടെ അന്തരീക്ഷത്തെ എത്തിക്കുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ പോയിന്റ് ആണ്. അപ്പോ സസ്യങ്ങളിൽ നിന്നും ജലം എവിടെ എത്തുന്നുണ്ട്? അന്തരീക്ഷത്തിൽ എത്തുന്നുണ്ട്. ഓക്കെയാണ്. അപ്പോ ഇങ്ങനെ രൂപപ്പെടുന്ന ഈ നീരാവികളെല്ലാം കൂടെ ചേർന്നിട്ട് തണുക്കുമ്പോൾ അവര് മേഘമായിട്ട് മാറും. എന്തായിട്ട് മാറും? മേഘമായിട്ട് മാറും. എപ്പോഴാണ് നീരാവി എന്ത് ചെയ്യും? തണുക്കുമ്പോ. പഠിക്കണേ, നീരാവി തണുക്കുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്? അത് മേഘമായിട്ട് മാറുന്നത്. അപ്പോ സൂര്യന്റെ ചൂടേറ്റ് ഇവിടെയുള്ള ജലം എന്ത് ചെയ്യുന്നു? ബാഷ്പീകരണത്തിലൂടെ നേരെ ആകാശത്തിലേക്ക് പോകും. അപ്പൊ ഇങ്ങനെ ഉയരത്തിലേക്ക് പോകും തോറും എന്താ സംഭവിക്കുന്നത്? അവിടെ താപനില കുറയുന്നു. ഈ താപനില കുറയുന്നത് മൂലം ഇത് എന്തായിട്ട് മാറും? ഘനീഭവിച്ച മേഘങ്ങളായിട്ട് മാറും. അപ്പോ മേഘം വരെ നമ്മൾ എത്തി. ഇനി ഈ മേഘത്തിന് എന്താ സംഭവിക്കുന്നത് ചോദിച്ചാല്, മേഘങ്ങൾ പിന്നെയും എന്ത് ചെയ്യും? തണുക്കും. ചുമ്മാ ഇരിക്കത്തില്ല, മേഘങ്ങൾ പിന്നെയും എന്ത് ചെയ്യും? തണുക്കും. ഇങ്ങനെ മേഘങ്ങളുടെ തണുക്കല് ഇത് മഴയായിട്ട് തിരിച്ച് ഭൂമിയിലേക്ക് പെയ്യുന്നതിന് കാരണമാകും. ഇങ്ങനെ മഴയായിട്ട് എന്ത് ചെയ്യുന്നു? ഭൂമിയിലേക്ക് പെയ്യുന്നതിന് കാരണമാവും. അതിന് സഹായിക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗണ്ടൻസ് ആണ്. ഇതിന് സഹായിക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മലനിരകളാണ്. മലനിരകളുടെ ഭാഗത്തെത്തുമ്പോഴേക്ക് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും കാറ്റിന്റെ വേഗത കുറയും. കാറ്റിന്റെ വേഗത കുറയുമ്പോൾ ഈ മേഘങ്ങളെല്ലാം കൂടെ ഒരു സ്ഥലത്ത് വന്ന് കൂടുകയും പിന്നെയും എന്ത് ചെയ്യും? മേഘങ്ങൾ തണുക്കുകയും ഇവ മഴയായിട്ട് എന്ത് ചെയ്യും? പെയ്യുകയും ചെയ്യും. ആ മഴയായിട്ട് പെയ്യുമ്പോൾ നമ്മൾ ആ പ്രക്രിയ വിളിക്കുന്ന പേരാണ് സാന്ദ്രീകരണം എന്ന്. എന്താണ് സാന്ദ്രീകരണം എന്ന്? അതായത് വേറൊന്നുമില്ല, നീരാവി തണുത്ത് വീണ്ടും ജലമായി മാറുമോ, ആ പ്രക്രിയയാണ് സാന്ദ്രീകരണം. അപ്പോ ഇതൊരു ചാക്രീയ പ്രക്രിയ അല്ലെങ്കിൽ ഒരു സൈക്ലിക് പ്രോസസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ജലപരിവൃത്തി എന്ന് പറയുന്നത്. എന്ത് പേരിൽ അറിയപ്പെടുന്നു? ജലപരിവൃത്തി എന്ന്. അല്ലെങ്കിൽ മഴയുണ്ടാകുന്ന പ്രക്രിയ ഇതാണ്. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. ഇത് പഠിക്കുക. അടുത്തതാണ് ജലസംരക്ഷണ മാർഗങ്ങൾ. പ്രധാന ജലസംരക്ഷണ മാർഗങ്ങൾ നമുക്ക് നോക്കാം. മഴക്കുഴി, കയ്യാലകൾ നിർമ്മിക്കുക, അതുപോലെ ചരിഞ്ഞ കൃഷിഭൂമി തട്ടുതട്ടുകളായി കൃഷി ചെയ്യുക, അതുപോലെ തന്നെ തടമെടുക്കുക എന്നുള്ളത്. നമ്മുടെ തെങ്ങിനൊക്കെ തടമെടുക്കൂലേ, അത് തന്നെ കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോ ജലസംരക്ഷണ മാർഗങ്ങൾ എങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ള ജലസംരക്ഷണ മാർഗങ്ങൾ ട്രഡീഷണൽ ആദ്യകാലത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടിരുന്നത് മഴക്കുഴികൾ നിർമ്മിക്കുമായിരുന്നു. കയ്യാലകൾ, കണ്ടോ ഇതാണ് കേട്ടോ കയ്യാലകൾ എന്ന് പറയുന്നത്. കയ്യാലകൾ നിർമ്മിക്കുമായിരുന്നു. അതുപോലെ തന്നെ ചരിഞ്ഞു കിടക്കുന്ന ഭൂമി നമ്മൾ തട്ടുതട്ടുകളായിട്ട് കൃഷി ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ വലിയ വൃക്ഷങ്ങൾക്ക് ചുറ്റും നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? തടമെടുക്കുമായിരുന്നു. അപ്പൊ ജലം വന്നിട്ട് ആ തടത്തിൽ വന്ന് നിൽക്കുകയും അത് എന്ത് ചെയ്യും? ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുകയും ചെയ്യും. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ആദ്യകാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ പുതിയ രീതിയിലേക്ക് വന്നപ്പോഴേക്കും നമ്മുടെ ജലസംരക്ഷണ മാർഗങ്ങൾ മാറിക്കഴിഞ്ഞിരുന്നു. അതാണ് മഴവെള്ള സംഭരണികൾ. നമ്മള് മഴവെള്ള സംഭരണികൾ ഉണ്ടാക്കാൻ തുടങ്ങി. കിണർ റീചാർജിങ് ചെയ്യാൻ തുടങ്ങി. കിണർ റീചാർജിങ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല.
നമ്മുടെ വീടിന് മുകളിൽ പെയ്യുന്ന മഴവെള്ളത്തിനെ നമ്മളൊരു പൈപ്പിലൂടെ ഫിൽട്ടർ ചെയ്ത് നേരെ എങ്ങോട്ട് വിടുന്നു, കിണറിലേക്ക് വിടുന്നു എന്ന് കരുതുക. ഇതിനെ വിളിക്കുന്ന പേരാണ് കിണർ റീചാർജിങ് എന്ന് കേട്ടോ. പക്ഷേ ഈ ഭാഗം പഠിച്ചോളണം. കിണർ റീചാർജിങ് ഓൾറെഡി PSC പ്രീവിയസ് ആയി ചോദിച്ചു കഴിഞ്ഞു. അപ്പോ പുതുതായി നമ്മൾ ഉപയോഗിക്കുന്ന ജലസംരക്ഷണ രീതി ചോദിച്ചാൽ മഴവെള്ള സംഭരണികൾ ഉപയോഗിക്കാം, കിണർ റീചാർജിങ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ സിൽപോളിൻ ജലസംഭരണികൾ. കണ്ടോ, ഇതാണ് സിൽപോളിൻ ജലസംഭരണികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവ പ്രത്യേക തരം. അപ്പോ സിൽപോളിൻ ജലസംഭരണികൾ, ഇവ മൂന്നും എന്തിനുദാഹരണമാണ്? പുതിയ രീതിയിലുള്ള ജലസംരക്ഷണ മാർഗങ്ങളാണ്. PSC കൃത്യമായിട്ട് ചോദിക്കും കേട്ടോ ഇവിടെ നിന്നൊക്കെ. പ്രത്യേകിച്ച് LDയും LGS ഉള്ള സുഹൃത്തുക്കൾ പഠിച്ചോളണേ. LD ഉള്ള സുഹൃത്തുക്കൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇങ്ങനത്തുള്ള പോയിന്റ്സ് പഠിച്ചോളണേ. പ്രധാന ജലസംരക്ഷണ മാർഗങ്ങൾ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ആദ്യകാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന, അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മഴക്കുഴികൾ നിർമ്മിക്കുക, കയ്യാലകൾ നിർമ്മിക്കുക, ചരിഞ്ഞ കൃഷിഭൂമി തട്ടുതട്ടുകളായിട്ട് കൃഷി ചെയ്യുക, അതുപോലെ വൻ വൃക്ഷങ്ങൾക്ക് എന്ത് ചെയ്യുക, തടമെടുക്കുക. ഇത് നമ്മൾ സാധാരണഗതിയിൽ പണ്ടുകാലം മുതലേ ചെയ്തു വരുന്നതാണ്. എന്നാൽ നൂതനമായിട്ടുള്ള ജലസംരക്ഷണ മാർഗങ്ങൾ, അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ജലസംരക്ഷണ മാർഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് മഴവെള്ള സംഭരണികൾ നമ്മൾ നിർമ്മിക്കുന്നു, കിണർ റീചാർജിങ് നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീടിന് ടെറസില അല്ലെങ്കിൽ വീടിന് മുകൾ ഭാഗത്ത് പെയ്യുന്ന മഴയെ നമ്മൾ ഒരു പൈപ്പിലൂടെ കളക്ട് ചെയ്ത് അതിനെ ഫിൽട്ടർ ചെയ്ത് വീണ്ടും എന്ത് ചെയ്യുന്നു, കിണറ്റിലേക്ക് തന്നെ വിടുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് കിണർ റീചാർജിങ് എന്ന് പറയുന്നത്. അതുപോലെ സിൽപോളിൻ ജലസംഭരണികൾ സ്ഥാപിക്കുന്നു. സിൽപോളിൻ ജലസംഭരണികൾ സ്ഥാപിക്കുന്നു. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് ഉരുൾപൊട്ടൽ. PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്, നമ്മൾ ഒരുപാട് അനുഭവിച്ചതാണ് ഉരുൾപൊട്ടൽ. കഠിനമായ മഴയിൽ ഭൂമിയിൽ സംഭരിക്കപ്പെടുന്ന ജലം അതിമർദ്ദം മൂലം ഭൂസ്ഥിരത നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും ഉരുളൻ കല്ലുകളും മറ്റു വസ്തുക്കളും വൻതോതിൽ വളരെ പെട്ടെന്ന് താഴ്ന്ന സ്ഥലങ്ങളിലേക്ക് പതിക്കുന്നു. ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ഉരുൾപൊട്ടൽ. പഠിച്ചു വെച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. കഠിനമായ മഴയുള്ള സമയത്ത് ഭൂമിയിൽ സംഭരിക്കപ്പെടുന്ന ജലത്തിന്റെ അമിതമർദ്ദം മൂലം, അല്ലെങ്കിൽ ജലം അമിതമായിട്ട് ഭൂമിയിൽ സംഭരിക്കപ്പെടുന്നു. ഇങ്ങനെ അമിതമായിട്ട് ജലം ഭൂമിയിൽ സംഭരിക്കപ്പെട്ടാലുള്ള പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, അങ്ങനെ സംഭരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ മർദ്ദം എന്ത് ചെയ്യും, കൂടും. സംഭരിക്കപ്പെട്ട ഭൂഗർഭ ജലത്തിന്റെ മർദ്ദം വർദ്ധിക്കുകയും ഇത് ഭൂസ്ഥിരത നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ആരുടെയാണ്? ജലത്തിന്റെ. അതോടുകൂടി എന്ത് ചെയ്യുന്നു, ഉയർന്ന പ്രദേശങ്ങളിലുള്ള മണ്ണും പാറയും ചരലും ഉരുളൻ കല്ലുകളും മറ്റു വസ്തുക്കളും വൻതോതിൽ എന്ത് ചെയ്യും, ജലത്തിനോടൊപ്പം പൊട്ടി താഴേക്ക് വീഴുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഉരുൾപൊട്ടൽ എന്ന്. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഉരുൾപൊട്ടൽ. ഉരുൾപൊട്ടലിന്റെ പ്രധാന കാരണങ്ങൾ പഠിക്കണം. ചെങ്കുത്തായ പ്രദേശങ്ങളിലെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ചെങ്കുത്തായ പ്രദേശങ്ങളിലെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉരുൾപൊട്ടലിന്റെ പ്രധാന കാരണമാണ്. വൻതോതിലുള്ള മണ്ണിളക്കിയുള്ള കൃഷി രീതി, അതിന് സ്റ്റാർ ചെയ്തങ്ങ് പഠിച്ചോളേ. വൻതോതിലുള്ള മണ്ണിളക്കിയുള്ള കൃഷി രീതി എന്തിനു പ്രശ്നമാണ്? ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. അതുപോലെ തന്നെ കുന്നിടിക്കൽ ഉരുൾപൊട്ടലിന് കാരണമാകുന്നു. വനനശീകരണം എന്തിനാണ് ഉരുൾപൊട്ടലിന് കാരണമാകുന്നു? പഠിച്ചോളേ. ഉരുൾപൊട്ടലിന്റെ പ്രധാന കാരണങ്ങൾ ചോദിച്ചാല് ചെങ്കുത്തായ പ്രദേശങ്ങളിലെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ, വൻതോതിൽ മണ്ണിളക്കിയുള്ള കൃഷിരീതികൾ, കുന്നിടിക്കൽ, വനനശീകരണം. ഇത്രയും ഭാഗം സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മൾ അടിസ്ഥാന ശാസ്ത്രം അല്ലെങ്കിൽ സയൻസ് മേഖലയിലെ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ഭാഗം 1 നമ്മൾ നോക്കിയത്. 2 പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഒത്തിരി PSC പ്രീവിയസ് ചോദ്യങ്ങൾ ഇവിടെ നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കുകളുടെ ഇമ്പോർട്ടൻസ് വീണ്ടും വീണ്ടും സുഹൃത്തുക്കളെ എടുത്തു പറയുന്നു. നന്നായിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കുകൾ. ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങളിൽ എത്തുന്നതാണ്. എല്ലാ സുഹൃത്തുക്കളും നന്ദി, നമസ്കാരം. നല്ല ദിവസം നേരുന്നു. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.